ഇപ്പം നമ്മുടെ വോക്ക് വിത്ത് വി സി കമ്മ്യൂണിറ്റിയുടെ വെബിനാർ സീരീസിലെ 29ാമത്തെ വെബിനാറാണ് ഇന്നിവിടെ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും ആ ഒരു വിഷയത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള സുധീർ സാറിനെയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. കടലാമകൾ നമ്മളധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്. ആ ഒരു വിഷയത്തിൽ നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ കിട്ടിയിരിക്കുന്ന സുധീർ സാറിനെയും ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം സുധീർ സാറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വി സിയെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 29ാമത്തെ വെബിനാറാണ്, വെബിനാർ സീരീസിൽ. ഇതിൽ കടലാമകളെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുന്നത് ശ്രീ പി വി സുധീർ കുമാറാണ്. സുധീറിനെ കുറിച്ച് പറയുന്ന സമയത്ത് കടലോരത്ത് തന്നെ ജനിച്ചു വളർന്ന, അല്ലെ കടലിനെ വളരെ അടുത്ത് അറിയുന്ന ഒരാളാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ 10-25 വർഷമായിട്ട് കടലാമകളുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ, ഈരവുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ സുധീർ നടത്തുന്നുണ്ട്. ഞാൻ സുധീറിനെ പരിചയപ്പെടുന്നത് സീക്കിൽ, നമ്മുടെ സൊസൈറ്റി ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഇൻ കേരള എന്ന് പറയുന്ന പയ്യന്നൂർ ആസ്ഥാനമായിട്ടുള്ള, ഞാൻ കൂടി അംഗമായിട്ടുള്ള സീക്കിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് സുധീറിനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം കടലാമകളെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ വേൾഡ് വൈഡ് WWF-ന്റെയും അതുപോലെ തിരുവനന്തപുരത്തുള്ള തണൽ എന്ന് പറയുന്ന സംഘടനയുടെ ഒക്കെ സഹായത്തോടു കൂടി സുധീർ നടത്തിയിട്ടുണ്ടായിരുന്നു. സുധീർ ചെല്ലാത്ത തീരങ്ങളില്ല ഇന്ത്യയിൽ എന്ന് പറയാം. മിക്കവാറും എല്ലാ കടൽ തീരങ്ങളും അറിഞ്ഞ ഒരാളാണ്. കടൽ തീരങ്ങളിൽ പോവുകയും, ഒറീസ പോലുള്ള സംസ്ഥാനങ്ങൾ നമുക്കറിയാം 10,000-കണക്കിന് കടലാമകൾ കൂട്ടത്തോടുകൂടി എത്തുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സന്ദർശനം നടത്തുകയും പഠനം നടത്തുകയും ഒരുപാട് അത്തരം കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് ഒരു വ്യക്തി എന്ന നിലയിൽ സുധീർ ഈ ക്ലാസ് എടുക്കാൻ തികച്ചും യോഗ്യനാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കടലിനെ അറിയുന്നത്, നമുക്കറിയാം കടൽ എന്ന് പറയുന്നത് നമ്മുടെ ജൈവ വൈവിധ്യ പഠനത്തിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട, പക്ഷേ കരയേക്കാൾ കൂടുതൽ ജീവജാതികളുടെ വൈവിധ്യം കുടികൊള്ളുന്നത് കടലിലാണെന്ന് പറയാം. നമുക്ക് ഉള്ള ഫൈലങ്ങളിൽ മിക്കവാറും എല്ലാ ഫൈലങ്ങളും കടലിൽ, കരയിൽ അതിനേക്കാൾ കുറവാണെന്ന് കടലിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം. അപ്പോൾ അത് മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ സ്പീഷീസ് ആയിട്ടും കടലാമകളെ കുറിച്ച് പറയാറുണ്ട്. സുധീർ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ടേർട്ടിൽ ആക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഇന്ത്യയിൽ ഉള്ള ഒരു ഗ്രൂപ്പിന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം വളരെ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് സംഭാവനകൾ ചെയ്ത വ്യക്തി എന്ന നിലയാണ്. പ്രത്യേകിച്ച് ഫീൽഡ് നോളജ് ഭയങ്കരമാണെന്ന് പറയേണ്ടി വരും. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ക്ലാസ് എടുക്കുന്നതിന് പ്രിയപ്പെട്ട സുധീറിനെ ക്ഷണിക്കുകയാണ്. സുധീർ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ്, പഴയങ്ങാടിക്കടുത്തുള്ള സ്കൂളിൽ. സുധീറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വെബിനാറിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇത് ഷെയർ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ എല്ലാവരും? കാണുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ സമയം കളയുന്നില്ല. നേരത്തെ VCയും എല്ലാവരും പറഞ്ഞത് കണക്ക് നമ്മള് കടല് നമ്മളെല്ലാവരും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമുക്കറിയാം, ചിലപ്പോൾ തീരത്ത് ജീവിക്കുന്ന എന്നെ പോലത്തെ ഒരാൾക്ക് നമ്മുടെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ നമ്മൾ ചെലവഴിക്കുന്നത് കടൽ തീരത്തായിരിക്കും. ഇനി അത് മാത്രമല്ല, ആ ബാല്യത്തിന്റെയും കൗമാരത്തിന്റെയും യൗവനത്തിന്റെയും എല്ലാ ഓർമ്മകളും വെച്ചുകൊണ്ട് നമ്മളൊരു വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ ഓർമ്മകൾ, അല്ലെങ്കിൽ ഏറ്റവും മനസ്സ് പ്രയാസം നേരുന്ന സമയത്ത് ഏറ്റവും നമുക്കൊരു ആശ്വാസമാവുന്നത് ഈ കടൽ തീരത്ത് പോയിരുന്നുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഓർമ്മകളായി. ചില ആളുകളെ സംബന്ധിച്ചോളം നമ്മൾ എപ്പോഴും ഏതെങ്കിലും സമയത്തുള്ള ഒരു സായാഹ്നങ്ങളിലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രഭാതങ്ങളിലോ ഉള്ള ഒരു വിശ്രമമോ അല്ലെങ്കിൽ വിനോദത്തിനോ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ളവരെ സംബന്ധിച്ചോളം കുറെ എന്തെങ്കിലും സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഊർജം പകരുന്ന ഒരു സ്ഥലമായിരിക്കാം. പക്ഷെ മറ്റൊരു സമൂഹത്തെ സംബന്ധിച്ചോളം ഇത് കടൽ എന്ന് പറയുന്നത് അവരുടെ ജീവനാണ്, അവരുടെ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് അവർ പലരും ഒരു തീരവാസിയെ സംബന്ധിച്ചുള്ള കടല് കടൽ അമ്മയാണ്, ഒരു മാതാവാണ്.
അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോരുത്തരെ സംബന്ധിച്ചോളവും കടൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന, മനുഷ്യന്റെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മനുഷ്യന്റെ ജീവിതത്തെ പോലെ തന്നെ ആ ജീവൻ നിലനിൽക്കണമെങ്കിൽ കടലിന്റെ തീരത്ത്, അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോഴും കടലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കടൽ മാത്രമല്ല. നമ്മൾ പലപ്പോഴും കേരളത്തിന്റെ ഒരു ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, നമ്മള് പരിസ്ഥിതിയെ കുറിച്ച് പറയുന്ന സമയത്ത്, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ ഒന്നും പറയണം കേട്ടോ, സൗണ്ട് ക്ലിയർ ആവുന്നില്ലെങ്കിൽ. വ്യക്തമാണല്ലോ. പലപ്പോഴും നമ്മുടെ കേരളത്തിന്റെ പിന്നെ പാരിസ്ഥിതിക ചർച്ചകളിൽ കടലോ തീരമോ ഒന്നും തന്നെ അത്രമാത്രം പിന്നെ ശ്രദ്ധ വന്നിരുന്നില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ സംസാരിക്കുന്ന സമയത്ത്, പാരിസ്ഥിതികമായ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുക പിന്നെ റേച്ചൽ കാർസന്റെ സൈലന്റ് സ്പ്രിംഗ് ആണ്. യഥാർത്ഥത്തിൽ റേച്ചൽ കാർസൺ പോലും പിന്നെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ റേച്ചൽ കാർസന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം സൈലന്റ് സ്പ്രിംഗ് ആണെങ്കിലും ഏറ്റവും നല്ല പുസ്തകം എന്ന് പറയുന്നത് അവരുടെ എഡ്ജ് ഓഫ് ദ സീ എന്നുള്ള പുസ്തകമാണ്. റേച്ചൽ കാർസൺ ശരിക്കും ഒരു മറൈൻ ബയോളജിസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവര് ഏറ്റവും കൂടുതൽ പിന്നെ എഴുതിയത് കടലിനെ കുറിച്ചാണ്. Hello. കേൾക്കുന്നില്ല? Yeah, sorry to interrupt. The lecture won't be in English. I just wanted to confirm. Pardon? The lecture won't be in English. So you want in English? I can't understand that language. I'm from Maharashtra actually. Okay, but I will try my best. But the problem is here, so many people are in Malayalam, so they want actually this Malayalam language. But I will try to translate it into English. No problem. Just Okay. continue whatever the majority are comfortable. Yeah. Most of the people, no problem. They are familiar with this Malayalam, so it is better to speak in Malayalam. But I will try to translate it in English also. Okay, no problem. Thank you. അപ്പം ഈ റേച്ചൽ കാർസന്റെ പുസ്തകങ്ങളുടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് എഡ്ജ് ഓഫ് ദ സീ എന്നാണ്. എഡ്ജ്, കടലിന്റെ എഡ്ജ് എന്ന് പറയുന്ന തീരമാണ്. അപ്പൊ അവര് പറയുന്നത് കടലിന്റെ ഒരു ആരോഗ്യം നിലനിൽക്കുന്നത് നമ്മളൊരു ഇക്കോട്ടോൺ, കാടുമായി അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശത്ത് നമ്മൾ ഇക്കോട്ടോൺ എന്ന് പറയുന്നത് പോലെ തന്നെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കടലിന്റെ ആ തീരം എന്ന്, ഈ എഡ്ജ് എന്ന് പറയുന്നത്. അത് കടലിനെയും അതുപോലെ തന്നെ കരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പൊക്കിൾക്കൊടി ബന്ധമാണ് നമ്മൾ തീരം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു തീരത്തുണ്ടാകുന്ന ഒരു ജീവവർഗം, അത് ഒരു ജീവവർഗം മാത്രമല്ല, ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അതില് നമ്മളൊരു ഫ്ലാഗ്ഷിപ്പ് എന്നുള്ള രൂപത്തിൽ ഒരു സ്പീഷീസിനെ മാത്രം കാണുന്നു, അത് നമ്മൾ മറൈൻ ടർട്ടിൽസിനെ കാണുന്നു. ആ മറൈൻ ടർട്ടിൽസിനെ വെച്ചിട്ട് നമ്മൾ ഒരു തീരത്ത് കാണുന്ന എല്ലാ ജീവജാലങ്ങളെയും, ഒരു തീരത്തിന്റെ ആരോഗ്യം എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെടണമെന്നും ആ സംരക്ഷണം എങ്ങനെയാണ് ഒരു കടലിന്റെ സംരക്ഷണമായി മാറുന്നതെന്നും കടലിന്റെ ആ സംരക്ഷണം എങ്ങനെയാണ് നമ്മുടെ ഭൂമിയുടെ മൊത്തത്തിലുള്ള സംരക്ഷണമായി മാറുന്നു എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അത് കടലാമകളിലൂടെ ഞാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞത്, പലപ്പോഴും കേരളത്തിൽ ഈ കടലുമായി ബന്ധപ്പെട്ട അതേപോലെ തീരവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിലൊരു പരിഗണന തീരത്തിനോ കടലിനോ കിട്ടിയിട്ടില്ല എന്നാണ്. കാട് മാത്രമാണ് നമ്മുടെ പരിഗണനാ വിഷയങ്ങൾ വന്നിരുന്നത്. ഇപ്പോഴാണ് കടല് ഒരു പരിഗണന. I think because what I am saying is, see, in Kerala, as far as the conservation point of is concerned, the marine ecosystem doesn't have or didn't get much attention. But always every authority is talking about the forest and the forest ecosystem. But the marine ecosystem, they are not concerned about the marine ecosystem, especially the coastal belt. So we are talking about the beaches and the edge of the sea, which is the connecting link between the coast and the sea and the land, because it is a very much importance. Okay. അപ്പൊ നമ്മള് ഈ ആമകളെ കുറിച്ച് പറയുന്ന സമയത്ത് കടലാമകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ജുറാസിക് കാലഘട്ടത്തിൽ തന്നെയാണ് കടലാമകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നത്. പരിണാമത്തിന്റെ ചാക്രികതയിൽ നമ്മൾ ജുറാസിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് ജീവജാലങ്ങൾ വംശനാശം സംഭവിച്ചു പോയെങ്കിലും
അങ്ങനെ വംശനാശം സംഭവിക്കാത്ത അവശേഷിക്കുന്ന ഒരു ജീവവർഗം എന്ന രൂപത്തിൽ കടലാമകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് കടലാമകൾ ഇന്നും നമുക്ക് ഒരു കടലും തീരവും തമ്മിലുള്ള, അല്ലെങ്കിൽ കടലും കരയും തമ്മിലുള്ള ഒരു പരിണാമത്തിന്റെ ആ ചാക്രികതയെ ബന്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് കടലിൽ നിന്ന് കരയിലേക്ക് വരികയും കരയിലേക്ക് മുട്ടയിടുകയും പിന്നീട് കരയിൽ നിന്ന് ആ ജീവവർഗം ജനിച്ചു വളർന്ന ആമക്കുഞ്ഞുങ്ങള് വീണ്ടും കടലിലേക്ക് തന്നെ പോകുന്നത്. അപ്പം ആദിമ ജീവവർഗത്തിന്റെ എല്ലാ സ്വഭാവങ്ങളുള്ള ഒരു ജീവിയാണ് കടലാമകൾ. ഇത് കടലാമകൾ എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ നമ്മൾ പറയുക അവര് റെപ്റ്റീൽസ് ആണെന്നാണ്. റെപ്റ്റീൽസിന്റെ ഒരക ജീവികളാണ്. ഈ ഒരക ജീവികളിൽപ്പെട്ട ഒരുപാട് ജീവജാലങ്ങൾ വേറെയുണ്ട്. പാമ്പുകളായി കഴിഞ്ഞാലും നമ്മുടെ മുതലകളായി കഴിഞ്ഞാലും ഇത്തരം എല്ലാ ജീവജാലങ്ങളും ഈ ഉരകവർഗത്തിൽ പെടുന്നതാണ്, റെപ്റ്റൈൽസിൽ പെടുന്നതാണ്. അതിന്റെ മറ്റൊരു പ്രത്യേകത അവർ ശീതരക്ത ജീവികൾ എന്നാണ്. ശീതരക്ത ജീവികൾ മാത്രമല്ല, ഇവയുടെ വംശവർദ്ധനവ് നടത്തുന്നത് മുട്ട ഇട്ടിട്ടാണ് അവ വംശവർദ്ധന നടക്കുന്നത്. പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതൊക്കെ ഈ മുട്ട ഇട്ട് വിരിഞ്ഞുകൊണ്ടാണ്. അപ്പം പക്ഷെ ഈ ജീവവർഗത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇവ ഈ ഓരോ കാലത്തിനനുസരിച്ച് ഒന്നെങ്കിൽ ചൂടുള്ള കാലം അല്ലെങ്കിൽ അവര് ചൂട് കുറഞ്ഞതോ നോക്കിയിട്ട് അവര് തന്നെ അവരുടെ ഇടങ്ങൾ കണ്ടെത്തുന്നതാണ്. അത് ഈ ജീവവർഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഈ റെപ്റ്റൈൽ ഉരകവർഗത്തിൽപ്പെട്ട ജീവികളുടെ പ്രത്യേകത. നമുക്കത് അറിയാം. നമുക്കൊരു പാമ്പിനെ നോക്കിക്കഴിഞ്ഞാല് പലപ്പോഴും അത് എങ്ങനെയാണ് ഒരു നല്ല ചൂടുള്ള സമയത്ത് അത് നമ്മൾ ഒരിക്കലും കാണാറില്ല. അതേപോലെ തന്നെ ഒരു മഞ്ഞുകാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഈ പാമ്പുകളൊക്കെ എങ്ങനെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതും. അപ്പൊ ഒരു കാലാവസ്ഥയുടെ മാറ്റം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ജീവവർഗമാണ് ശരിക്കും ഈ ഉരക ജീവികൾ. അതില് പിന്നെ എവിടെയാണ് കടലാമകൾ ജീവിക്കുന്നു എന്നുള്ളത്. കടലാമകൾ നമുക്കറിയാം കടലിൽ തന്നെയാണ്. പക്ഷെ കടലിൽ തന്നെ നമുക്ക് പൊതുവെ നമ്മള് കടലുകളെ കുറിച്ച് പറയാൻ ശ്രദ്ധിച്ചു. നേരത്തെ BC പറഞ്ഞു, ഏറ്റവും കൂടുതൽ മുമ്പൊക്കെ നമ്മൾ പറയും ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തു വിടുന്നത് കരയിൽ നിന്നാണ്, കരയിലെ സസ്യങ്ങളിൽ നിന്നാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ പറയാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തു വിടുന്നത്, ഏറ്റവും കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നതൊക്കെ കടലിലെ ജീവികളാണ്, പ്രത്യേകിച്ച് സർഗാസം പോലുള്ള പായലുകളാണ്. അപ്പൊ ഈ സർഗാസം പോലുള്ള പായലുകൾ പറ്റിപ്പിടിച്ചിട്ടാണ് ഈ കടലാമകളൊക്കെ ജീവിക്കുന്നത്. ഇനി ഇവരുടെ ആഹാരം എന്താ? നമുക്ക് ഈ ഓരോ ജീവവർഗത്തിനും അതിൻ്റെതായ ആഹാരമുണ്ട്. അപ്പം ഈ കടലാമകളുടെ ആഹാരം എന്താണ്? കടലാമയുടെ ആഹാരം എന്ന് പറയുന്നത് ഒന്ന് ഈ ഷെല്ലുകളുള്ള ജീവജാലങ്ങളാണ് അവയുടെ ഒരു പ്രധാനപ്പെട്ട, ഞണ്ട് പോലുള്ള ജീവജാലങ്ങൾ. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് ജെല്ലി ഫിഷാണ്. നമുക്കറിയാം ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് നമുക്ക് പുഴകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മളിവിടെ ചൊറി എന്നൊക്കെയാണ് പറയാം. ഈ ജെല്ലി ഫിഷ് നമ്മൾ പലപ്പോഴും പുഴകളിലൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്ന കാണാം. അത് നമുക്ക് ചൊറി ഉണ്ടാക്കുന്ന, നമ്മളെ മുട്ടിക്കഴിഞ്ഞാൽ കയ്യിലോ കാലിലോ നമ്മുടെ തൊക്കിലൊക്കെ മുട്ടിക്കഴിഞ്ഞാല് തൊട്ട് കഴിഞ്ഞാൽ തന്നെ അത് ചൊറിച്ചലുണ്ടാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് ദോഷം ഉണ്ടാക്കുന്ന, വലയിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ദോഷം ഉണ്ടാക്കുന്ന ഒരു ജീവവർഗമാണ് ജെല്ലി ഫിഷ്. ഈ ജെല്ലി ഫിഷിന്റെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് കടലാമകളാണ്. അപ്പൊ ഈ ജെല്ലി ഫിഷ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ആഹാരമാണ്. അതേപോലെ തന്നെ നീരാളി, ഒക്ടോപ്പസ്, ഈ നീരാളികളും ഇവിടെ പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ്. പിന്നെ പലതരത്തിലുള്ള ചെമ്മീനുകൾ, ഷ്രിങ്സ് എന്ന് പറയുന്ന ചെമ്മീനുകൾ ഇവിടെ ആഹാരത്തിൽ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ മത്സ്യങ്ങൾ, മത്തി പോലുള്ള മത്സ്യങ്ങളും ഇവയുടെ പ്രധാനപ്പെട്ട ആഹാരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഹലോ, ഇത് ഫുൾ വ്യൂല് ഇടുവോ? ഫുൾ വ്യൂല ഇത് കാണുന്നില്ല മറ്റേ ജെല്ലി. അതിന്റെ അടുത്ത ടാബ്, അടുത്ത് വലത് സൈഡ്, അടുത്ത വലത് സൈഡ്. സ്ലൈഡാണ്, സൂമാക്കിയാ പോരെ?
ആ മതിയോ? സ്ലൈഡ് ഫുൾ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ അല്ലേ? സ്ലൈഡ് ഫുൾ സ്ലൈഡ് ഷോ അടുത്തതാണ്. ആ സ്ലൈഡിന്റെ അടുത്ത് വലത് സൈഡ്. ആ അതില് സ്റ്റാർട്ട് ഫ്രം കറന്റ് സ്ലൈഡ് സെക്കൻഡ്. ഓക്കെ, ഇപ്പൊ കിട്ടിയോ? ഓക്കെ ആണ്. ഓക്കെ ആണ്. ഓക്കെ. പിന്നീട് പലപ്പോഴും മറ്റു ചില ആമകൾ, ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് കാണപ്പെടുന്ന ഈ ഗ്രീൻ ടട്ടിലിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത് ഈ സീഗ്രാസസ് ആണ്. ഈ സീഗ്രാസ് പ്രത്യേകിച്ച് നമ്മളൊരു പ്രധാനപ്പെട്ട ഈ ഗ്രീൻ ടട്ടിൽ കാണുന്നത് അധികം ലക്ഷദ്വീപിലാണ് അതിന്റെ നെസ്റ്റിംഗ് ഉള്ളത്. ആ ലക്ഷദ്വീപിലെ നെസ്റ്റിങ്ങിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ കടലിൽ കാണപ്പെടുന്ന ഈ സീഗ്രാസസ് ആണ്. ഇത് മറ്റൊരു ആമ ഇങ്ങനെ ജെല്ലി ഫിഷ് തിന്നുന്നതാണ്. ഇനി നമ്മൾ ഇനി നോക്കേണ്ടത്, ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ തരത്തിൽ ആമകളാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത്. നമ്മുടെ പ്രധാനമായും ഇന്ത്യയിൽ കാണപ്പെടുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിൽ 4 വിഭാഗത്തിൽ ആമകൾ കാണപ്പെടുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഇന്ന് കാണപ്പെടുന്ന ആമ വർഗ്ഗങ്ങൾ ഏതാന്ന് വെച്ചാല് ഒലിവ് റിഡ്ലി എന്ന് പറയുന്ന ഈ ആമവർഗമാണ്. അതാണ് കേരളത്തിന്റെ തീരത്ത് മാത്രമല്ല നമ്മുടെ സൗത്ത് ഇന്ത്യൻ കോസ്റ്റിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കടലാമ എന്ന് പറയുന്നത് ഒലിവ് റിഡ്ലി വിഭാഗത്തിൽപ്പെട്ട കടലാമകളാണ്. ഇതിന്റെ പ്രത്യേകത, ഈ ഒലിവ് റിഡ്ലി കടലാമകളാണ് ഈ ആമകളുടെ വിഭാഗത്തിൽ ഏറ്റവും ചെറിയ ആമകൾ. കുഞ്ഞൻ ആമകൾ എന്നാണ് നമ്മൾ ഇവയെ പറയാം. എന്നിട്ട് ഈ ചെറിയ ആമകളുടെ വലിപ്പം തന്നെ ഒരു മിനിമം നമ്മളൊരു സാധാരണ ഒരു ക്ലാസ് റൂമിലൊക്കെ കാണുന്ന 1 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു മേശയുടെ വലിപ്പം എന്തായാലും ഒരു ആമക്കുണ്ട്. ഇതിന്റെ പരമാവധി വെയിറ്റ് എന്ന് പറയുന്നത് 65 കിലോ ഭാരം ഒക്കെ ഉണ്ടാവും ഈ ആമകൾ. ഇതാണ് ഏറ്റവും കുഞ്ഞൻ ആമകൾ എന്ന് പറയുന്നത്. ഇതാണ് ഇന്ന് നമ്മുടെ കേരളത്തിന്റെ തീരത്ത് വരുന്ന ഏക ആമവർഗം ഇതുവരെ മാത്രമാണ്. മുമ്പ് എല്ലാ ആമകളും വന്നിരുന്നു, പക്ഷെ ഇപ്പോൾ ഇത് മാത്രമാണ് വരുന്നത്. പിന്നീടുള്ളത് ഹോക്സ്ബില്ലാണ്. ഇത് പരുന്തൻ കടലാമകൾ എന്ന് പറയും. ഹോക്സ്ബില്ല് നമ്മുടെ നാട്ടില് പിന്നെ മുട്ടയിടാൻ വരുന്നില്ല. ഇന്ത്യയുടെ മറ്റ് തീരങ്ങളിലാണ് ഹോക്സ്ബില്ല് മുട്ടയിടാൻ വരുന്നത്. അപ്പം ഈ ഹോക്സ്ബില്ലിന്റെ അതിന്റെ ഒരു പേര് വരാൻ വേണ്ടിയുള്ള കാരണം അതിന്റെ ചുണ്ടാണ്. ഒരു പരുന്തിന്റെ ആകൃതിയിലാണ് അതിന്റെ ചുണ്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് പിന്നെ ആ ഒരു പേര് അങ്ങനെ വന്നിരിക്കുന്നത്. ഇത് പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ഹോക്സ്ബില്ല് ടർട്ടിൽസും ഇന്ന് നമുക്കിത് മുട്ടയിടാൻ പറ്റുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിൽ മാത്രമാണ് ഹോക്സ്ബില്ലുകൾ മുട്ടയിടാൻ എത്തുന്നത്. ഇന്ത്യയിൽ ബാക്കി തീരങ്ങളിലൊന്നും ഈ ഹോക്സ്ബില്ലുകൾ മുട്ടയിടാൻ എത്താറില്ല. ആൻഡമാനിൽ ഇത് മാത്രമല്ല, ഏറ്റവും വലിയ ആമകളായ ലെതർ ബാക്ക് ടർട്ടിലും ഇവിടെ തന്നെയാണ്, ആൻഡമാനിൽ തന്നെയാണ് ഇന്ന് മുട്ടയിടുന്നത്. അപ്പൊ ആൻഡമാന്റെ കാര്യം പ്രത്യേകിച്ച് പിന്നീട് കുറച്ചും കൂടി പറയും ചെയ്യാം. ഇതാണ് മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്ന ആമകളാണ് ലെതർ ബാക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഇന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ ആമകൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലെതർ ബാക്ക് ടർട്ടിലാണ്. ഈ ലെതർ ബാക്ക് ടർട്ടിലിന്റെ പ്രത്യേകത ഇതിന്റെ വലിപ്പം തന്നെയാണ്. ഇത് നമ്മൾ സാധാരണഗതി കാണുമ്പോൾ ഇത്ര അല്ല, ഇതിനേക്കാളും വലിപ്പമുണ്ട്. ഏകദേശം നമ്മളൊരു മാരുതി കാറിന്റെ വലിപ്പം ഉണ്ടാവും ഈ ലെതർ ബാക്ക് ആമകൾക്ക്. 800 കിലോ ഒക്കെ ഭാരമുണ്ട്. മാരുതി 800ന്റെ ഭാരമുണ്ട് ഈ ലെതർ ബാക്ക് ടർട്ടിൽസിന്. ഇത് ഇന്ന് ഇന്ത്യയിൽ ആകെ മുട്ടയിടാൻ എത്തുന്നത് പിന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിൽ മാത്രമാണ്. ലോകത്ത് തന്നെ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് മുട്ടയിടാനുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മള് ആൻഡമാനിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വികസന പദ്ധതികൾ, ഒരുപാട് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ്, ടൂറിസം ഡെവലപ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത്, അതായത് ബീച്ച് ടൂറിസം ഈ ലെതർ ബാക്ക് ടർട്ടിൽ നെസ്റ്റിംഗ് കാണാനാണെന്ന് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അത് സംഭവിക്കാൻ പോകുന്നത് ആൻഡമാനിലെ അല്ലെങ്കിൽ ഈ ജീവവർഗത്തിന്റെ അവസാന നെസ്റ്റിംഗ് ബീച്ചായ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആ നെസ്റ്റിംഗ് ബീച്ച് തീരം ഇല്ലാതാവുന്നു എന്നുള്ളതായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ലെതർ ബാക്ക് ആണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ ഭീമൻ ആമകൾ എന്ന് പറയുന്ന ആമകളാണ് ഈ ലെതർ ബാക്ക്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീടുള്ളതാണ് ഇത്തരത്തിലുള്ള ഗ്രീൻ ടർട്ടിലുകൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പിന്നെ ലക്ഷദ്വീപിലാണ് ഏറ്റവും കൂടുതൽ ഗ്രീൻ ടർട്ടിലുകൾ മുട്ടയിടാൻ വരുന്നത്. ഈ ലക്ഷദ്വീപില്
മുട്ടയിടാൻ വരുന്നത്. ലക്ഷദ്വീപിലും ആണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. ലക്ഷദ്വീപിലെ സീഗ്രാസ് ആണ്, കടൽപ്പുല്ല് സീഗ്രാസുകളാണ് അതിന്റെ ഭക്ഷണവും അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്നെ താമസിക്കുന്ന ഒരിടമൊക്കെ പറയുന്നത്. ഇനി ഈ ആമകളെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടലാമകളുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അവ ഒറ്റക്കാണ് യാത്ര ചെയ്യുക, സോളിറ്ററിയാണ്. അതിനൊരു കൂട്ടുണ്ടാവില്ല. നമ്മൾ പൊതുവെ കാട്ടില് ജീവികളെ കുറിച്ച് പറയുന്ന സമയത്ത് കടുവകളൊക്കെ ഒറ്റക്കാണ് യാത്ര ചെയ്യാന്ന് പറയണ്ട അവര്. പിന്നെ എപ്പോഴും പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ആമകളുടെ നമ്മൾ നോക്കുക, ഇതിന്റെ കഴുത്ത് എപ്പോഴും വെള്ളത്തിന് ഇത് പുറത്തായിരിക്കും ഉണ്ടാവുക. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ശ്വസിക്കുന്നത് പിന്നെ അന്തരീക്ഷ വായുവാണ്. ഒരിക്കൽ ശ്വസിച്ചു കഴിഞ്ഞാൽ അത് 2-2.5 മണിക്കൂർ വരെ അതിന് റെസ്റ്റ് എടുത്ത് അതിന് പിന്നീട് ശ്വസിക്കേണ്ടി വരില്ല. അത്രയും സമയം വരെ അതിന് നീന്താനും കൂടി പറ്റും. കടലിനടിയിൽ കൂടി വെള്ളത്തിനടിയിൽ കൂടി നീന്താനും പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടെ നിങ്ങൾ ഇതിന്റെ ചുണ്ട് കണ്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ഇതിന് പല്ലുകളില്ല. പക്ഷെ ഈ ഒരു വളരെ അഡാപ്റ്റേഷൻ സംഭവിച്ചിരിക്കുന്ന ഒരു ചുണ്ടാണ് ഇതിനുള്ളത്. ഈ അഡാപ്റ്റേഷൻ സംഭവിച്ചിരിക്കുന്നത് വളരെ നമ്മളൊരു കൈയൊക്കെ അവിടെ മുട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കൈ കഷ്ണമായി പോകും. അത്രക്കും പവർഫുള്ളായ ചുണ്ടുകളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇത് പലപ്പോഴും ഒറ്റക്കാണ്. ഇനി എപ്പോഴാണ് ഇവ കൂട്ടിച്ചേർന്നത്? 2 ആമകൾ ഇണചേരുന്നതിന്റെ ഒരു ഫോട്ടോ ആണ്. ഇത് ഒറീസി എന്നുള്ളതാണ്. അപ്പൊ ഇതെങ്ങനെയാണ്? ഒലിവറിലെ ആമകളാണ്. ഇതെന്താ പറ്റുകയെന്ന് വെച്ചാൽ, ഇവരെ ഒരുപാട് കാലത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെയിൽ ഫീമെയിൽ ടർട്ടിൽസ്, മെയിൽ ആമയും അതേപോലെ തന്നെ ഫീമെയിൽ ആമയും ഒന്നിച്ച് കൂടിച്ചേർന്നത്, ഇത് പിന്നെ അതിന്റെ ഇണചേരുന്ന സമയത്ത് മാത്രമാണ് അത് ഒന്നിച്ചുണ്ടാവുക. ബാക്കി എല്ലാ അത് നമ്മൾ കടുവകളായി കഴിഞ്ഞാലോ ഒക്കെ ഇതേ ഒരു ഫീച്ചറാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് കടലാമകൾ. വളരെ എപ്പോഴാണോ അതിന് ഇണചേരുന്നത്, ആ ഇണചേരുന്ന സമയത്ത് മാത്രമാണ് ഈ പെൺകടലാമകൾ തീരക്കടലിലേക്ക് വരിക. ആ സമയത്താണ് ആൺകടലാമകളും തീരത്തേക്ക് വരിക. ഈ തീരക്കടലിൽ വെച്ചിട്ടാണ് ഇത് ഇണചേരുന്നത്. അതുവരെ ഈ ഒരു കടലാമകളും തീരത്തേക്ക് വരില്ല. ഇണചേരുന്നതിന് വേണ്ടിയിട്ടും മുട്ടയിടുന്നതിന് വേണ്ടി മാത്രമാണ് ഇവ തീരക്കടലിലേക്ക് വരുന്നത്. ബാക്കി എല്ലാ സമയത്തും ആഴക്കടലാണ് ഉണ്ടാവുക. അതും മാത്രമല്ല, ഈ സമയത്താണ് ഈ ആമകള് പിന്നെ ഇത് മുട്ടയിടുന്നത്, ഇത് വരുന്നത് യഥാർത്ഥത്തിൽ ഇത് പിന്നെ ഈ ആൺകടലാമകൾ എത്തുന്നതും ഈ സമയത്ത് മാത്രമാണ് മുട്ടയിടാൻ വേണ്ടി എത്തുന്നത്. ഇതാണ് ഈ കടലാമ ഇണചേരുന്നതിന്റെ മറ്റൊരു ഫോട്ടോ. ഇനി ഇതിന്റെ ജീവചക്രമാണ്. ആമകളുടെ ജീവചക്രം എന്താണ്? നമുക്കറിയാം, ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയേണ്ട ഒരു വളരെ രസകരവും കൗതുകവും ഉള്ളതാണ് കടലാമകളുടെ ഒരു ജീവചക്രം എന്ന് പറയുന്നത്. കാരണം ഈ നേരത്തെ ഞാൻ പറഞ്ഞു, കടലാമകള് കരയിലാണ് മുട്ടയിടാൻ വരുന്നത്. ഇത് മുട്ടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതാണ് ഒരു വലിയൊരു ആമ തീരത്തേക്ക് കടലിന് തീരത്തേക്ക് വന്നിട്ടാണ് മുട്ടയിടുന്നത്. അത് മുട്ടയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 40-60 ദിവസം കൊണ്ടാണ് ഈ മുട്ടകൾ വിരിഞ്ഞു വരുന്നത്. മണ്ണിനടിയിലാണ് അത് ഉണ്ടാവുക. മാത്രമല്ല, ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ദിവസമൊക്കെ അത് മണ്ണിനടിയിൽ തന്നെ നിൽക്കും. ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥ, അതിന് ഏറ്റവും ഊർജ്ജം കിട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ, കാരണം സൂര്യ വെളിച്ചം കൊണ്ട് അതിന് ഊർജ്ജം കിട്ടേണ്ടതുണ്ട്. ആ ഊർജ്ജം കിട്ടിക്കഴിഞ്ഞാലാണ് പിന്നീട് അത് മണ്ണിൽ നിന്ന് പുറത്തേക്ക് വരിക. അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് രാത്രി ആയിരിക്കാം. പലപ്പോഴും അത് നമ്മുടെ വേലിയിറക്ക സമയങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ ആമകൾ പിരിഞ്ഞ് വരുന്നത്, പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇത് പ്രത്യേകിച്ച് വേലിയേറ്റം തുടങ്ങുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ വേലിയേറ്റം കഴിയുന്നൊരു സമയത്തും ആയിരിക്കും അധികവും ഈ ആമകൾ പിന്നെ വിരിഞ്ഞിറങ്ങുക. അത് ഈ സമയത്താണ് ഇത്. മാത്രമല്ല, അത് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ 48 മണിക്കൂർ ഇതാണ് അതിന്റെ ഏറ്റവും വിരിഞ്ഞിറങ്ങിയ ആമകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് ആദ്യത്തെ 48 മണിക്കൂറാണ്. ഈ 48 മണിക്കൂറിനുള്ളിൽ ഇവയ്ക്കൊരു പ്രത്യേക ഊർജമുണ്ടാവും. ഇവ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ ആമകൾ കരയിൽ നിന്ന് കടലിലേക്ക് പോകും. അത് ആഴക്കടലിലേക്കാണ് പോവുക. ഈ ആഴക്കടലിലേക്ക് പോകുന്ന 48 മണിക്കൂറോളം അവ സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. ഈ 48 മണിക്കൂറിനുള്ളിൽ അവ വളരെ ആഴക്കടലിലേക്ക് എത്തുകയും ഈ ആഴക്കടലിലെ സർഗാസം പോലുള്ള പായലുകൾ പറ്റിപ്പിടിച്ച് വളരുകയും ചെയ്യും. ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ 48 മണിക്കൂർ. അങ്ങനെ ഒരു നിർത്താതെയുള്ള ഒരു സഞ്ചാരമാണ്, നിർത്താതെയുള്ള ഒരു നീന്തലാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക പേരുണ്ട്, ജുവനൈൽ ഫ്രൻസി എന്നാണ് അതിന്റെ പേര് തന്നെ പറയാം. ഈ യാത്ര
പലപ്പോഴും നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഒരു കടലാമ സംരക്ഷണ പ്രവർത്തനങ്ങളിലെ കേരളത്തിൽ നടക്കുന്ന പല കടലാമ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറയും. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ആമകളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രാവിലെ അല്ലെങ്കിൽ രാത്രി വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മണിക്കോ 3 മണിക്കോ 4 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്കോ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിക്ക് രാവിലെ ഒരു 6 മണിക്കുള്ളിൽ തന്നെ ഈ ആമകൾ നമ്മൾ കടലിലേക്ക് വിടേണ്ടതുണ്ട്. ഇത് വൈകുന്നേരങ്ങളോ അല്ലെങ്കിൽ ഒക്കെ അത് ആമകള് അതിഥികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് കാത്തു നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ആ ആമകള് പിന്നീട് എന്താണ് സർവൈവ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഇത് സർവൈവ് ചെയ്യാതിരിക്കുന്നത് ഇതിന്റെ ഊർജ്ജം നഷ്ടമായിട്ടുണ്ടാവും. അപ്പൊ അത് പലപ്പോഴും ഈ ആഴക്കടലിലേക്ക് എത്തൂല. അതുകൊണ്ട് പലപ്പോഴും തളർന്ന് ചത്തുപോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അതിഥികൾക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കരുത്. ഒരു ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി വിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ കടലിലേക്ക് തിരിച്ചു വിടേണ്ടതാണ്. അഥവാ നമ്മള് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് വെള്ളത്തിലല്ല സൂക്ഷിക്കേണ്ടത്. കുറച്ച് ആ മണ്ണിൽ നനച്ചിട്ട് വല്ല ചാക്കോ കൊണ്ടോ കൊത്തിയിട്ടായിരിക്കണം അത് വെക്കേണ്ടത്. അങ്ങനെ അതിന്റെ എനർജി പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുന്ന രൂപത്തിൽ മാത്രമേ നമുക്ക് അത് വെക്കാൻ വേണ്ടി പറ്റൂ. അല്ലാണ്ട് എല്ലാവർക്കും കാണുന്നതിന് വേണ്ടി വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അതിന്റെ ഊർജ്ജം മുഴുവനും കളഞ്ഞിട്ട് നമ്മൾ കരയിൽ നിന്ന് കടലേക്ക് വിട്ടു കഴിഞ്ഞാൽ അതൊരിക്കലും സർവൈവ് ചെയ്യില്ല. അത് ആ ആമയുടെ നാശത്തിന് മാത്രമേ കാരണമാകും. അതുവരെ നമ്മൾ ചെയ്ത എല്ലാ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും വിപരീതമായിട്ടാണ് അത് ഉണ്ടാവുക. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതൊക്കെ പിന്നീട് അത് ഒരു പാസീവ് മൈഗ്രേഷൻ ആയിരിക്കും. പാസീവ് മൈഗ്രേഷൻ എന്ന് വെച്ചാല് പിന്നെ പലപ്പോഴും അത് പല രീതികളിലാണ് അത് യാത്ര ചെയ്യുക. ഒന്നെങ്കിൽ അത് പിന്നീട് ഒരു 10, 15 മുതൽ 30 വർഷമാണ് പല ആമകൾ. ഓരോ സ്പീഷീസും അതിന്റെ വ്യത്യാസപ്പെടുന്നുണ്ട്. അതിന്റെ പ്രായപൂർത്തിയാകുന്നതിന് വേണ്ടി 15 മുതൽ 30 വർഷത്തിനിടയിൽ അവ ഒരുപാട് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യും. ഈ യാത്രകളെ ചിലപ്പോൾ പല കടലുകളും താണ്ടിയിട്ടായിരിക്കും പോവുക. അത് അങ്ങനെ പോയ ആമകള് പിന്നീട് അതിന്റെ പിന്നെ പ്രായപൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു വരുന്നത് അതേ എവിടെ നിന്നാണ് അത് വിരിഞ്ഞിറങ്ങിയത് അതേ തീരത്ത് തന്നെ. അതുകൊണ്ടാണ് അതിനെ മദർ കോസ്റ്റ് അല്ലെങ്കിൽ മാതൃതീരം എന്ന് പറയുന്നത്. ആ മാതൃതീരത്തേക്ക് തന്നെ തിരിച്ചു വരികയും അവിടെ തന്നെ അത് മുട്ടയിടുകയും ചെയ്യും. ഇത് 2 കാര്യങ്ങളാണ്. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇത് എങ്ങനെയാണ് ഇത് മാതൃതീരത്തേക്ക് തിരിച്ചു വരുന്നത്? കാരണം അതിനൊരു പ്രത്യേക കഴിവാണ്. അത് ഒന്ന് ഈ നമ്മുടെ ഓഷ്യൻ കറൻസ്, നമ്മുടെ കടലിൽ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന ഈ കറൻസ് അല്ലെങ്കിൽ ഒഴുക്ക്, ഈ നമ്മുടെ പ്രവാഹങ്ങൾ, ഈ ഓഷ്യൻ കറൻസ് ആണ് ഒന്ന് ഇതിനെ സ്വാധീനിക്കുന്ന ഘടകം. രണ്ടാമത് ഇതിന്റെ പിന്നെ ശരീരത്തിലുള്ള ജെനറ്റിക് പാഡ്, ഇത് ആക്റ്റീവ് ആവുന്നതും ഈ ജെനറ്റിക് പാഡാണ് ഈ ഓഷ്യൻ കറൻസിനെ ഓഷ്യൻ കറൻസിനെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നത്. പിന്നെ അതിനകത്തുള്ള ഒരു ജെനറ്റിക് പാഡാണ്. അപ്പൊ ഈ ജെനറ്റിക് പാഡ് ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ നേരെ കടലിലേക്ക്, പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ ആമക്കുഞ്ഞുങ്ങളെ നേരെ കടലിലേക്ക് വിട്ടുവിടും. അങ്ങനെ കടലിൽ വിട്ടു കഴിഞ്ഞാൽ അതിന്റെ ജെനറ്റിക് പാഡ് ആക്റ്റീവ് ആവില്ല. അതിന്റെ ജെനറ്റിക് പാഡ് ആക്റ്റീവ് ആവുന്നത് നമ്മളെ തീരത്ത് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് മണ്ണിലൂടെ ഈ കടലിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അതിന്റെ ജെനറ്റിക് പാഡ് ആക്റ്റീവ് ആവുക. അങ്ങനെ മാത്രമേ ഒരു ആമയുടെ അതിന്റെ ഒരു ജീവചക്രം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ജനിതക ക്രമീകരണവും ജനിതക പൂർത്തീകരണവും നടക്കുകയുള്ളൂ. അതും കൂടി നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എങ്ങനെയാണ് ആമകൾ മുട്ടയിടുന്നത് നോക്കാം. ഒരു ആമ അതിന്റെ കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇത് എവിടെയാണ് അത് മുട്ടയിടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു ബീച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബീച്ച് നറിഷ്മെന്റ് എന്ന് പറയുന്നത്. നമ്മള് ഒരു ആമ എവിടെയാണ് മുട്ടയിടുക? ഈ ആമ മുട്ടയിടുന്നത് അതിന്റെ കരയിലാണ്. അപ്പൊ നമുക്ക് മുട്ട കയറിയിടാൻ വരുന്ന ഒരു ആമ അത് മുട്ടയിടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നല്ലൊരു ബീച്ചാണ്. ബീച്ച് ഇല്ല എങ്കിൽ മുട്ടയിടാൻ വേണ്ടിയിട്ട് ആമ വരില്ല. അപ്പൊ നറിഷ്മെന്റ് ഓഫ് ബീച്ച് അല്ലെങ്കിൽ ഒരു ബീച്ച് തീരത്തിന്റെ ഒരു തീരം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ തീരമില്ല എങ്കിൽ നമുക്ക് ആമകളാണ് മുട്ടയിടാൻ വേണ്ടി വരില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കാര്യം നോക്കേണ്ടത്. അപ്പൊ എങ്ങനെയാണ് മുട്ടയിടാൻ വരുന്നത്? ഇത് മുട്ടയിടാൻ വന്നു കഴിഞ്ഞാൽ രണ്ടാമത് ഇതിന്റെ 2 ഫ്ലിപ്പേഴ്സ് ഉണ്ട്. മുമ്പിൽ 2 ഫ്ലിപ്പേഴ്സ് ഉണ്ട്, ബാക്കിൽ 2 കാലുകളാണ്. ഈ ഫ്ലിപ്പേഴ്സ് പറയുന്നത് നീന്താൻ ഉപയോഗിക്കാം. നീന്താൻ വേണ്ടി മാത്രമല്ല, ഇത് കരയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ കുഴി ഉണ്ടാക്കാൻ വേണ്ടി, ആമ മുട്ടയിടാൻ വേണ്ടിയുള്ള കുഴി ഉണ്ടാക്കുന്നത് ഈ ഫ്ലിപ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഫ്ലിപ്പേഴ്സ് ഉപയോഗിച്ച് നോക്കുക, അത് അങ്ങനെ മണ്ണ് തെറിപ്പിക്കുന്ന പോലെ തന്നെ നമുക്കത് കാണാൻ വേണ്ടി പറ്റും. ഇതാ കുറച്ചും കൂടി ഇത് ക്ലിയർ ആണ്. ഈ ഫ്ലിപ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് പിന്നെ കുഴി ഉണ്ടാക്കുന്നത്. ഫ്ലിപ്പേഴ്സും അതേപോലെ തന്നെ പിറകിലത്തെ മുൻചിറകുകളും പിൻകാലുകളും ഉപയോഗിച്ചിട്ടാണ് ആമ അതിന്റെ
കുഴി ഉണ്ടാകും, മുട്ടയിടാനുള്ള കുഴി ഉണ്ടാകും. ഇത് 1.5 മീറ്റർ ആഴത്തിലാണ് ഇതിന്റെ കുഴി ഉണ്ടാവുക. ഇതാണ് അതിന്റെ മുട്ടയിടുന്നത്. അത് മാത്രമല്ല, ഈ മുട്ടയിടുന്നത് സാധാരണ ആളുകൾ പറയാ ഇത് മുട്ട പ്രസവിക്കുന്നു, ആമ മുട്ട പ്രസവിക്കുന്നു എന്നാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആമ മുട്ടയിട്ട് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നമ്മുടെ സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമുള്ളത് ഒരു ക്ലസ്റ്റർ ഓഫ് എഗ്സ് ആയിരിക്കും. ഒരു ആമയുടെ മുട്ട എന്ന് പറയുന്നത് 100 മുതൽ 160, ചിലപ്പോൾ 80 മുതൽ 150, 160 എണ്ണമൊക്കെ മുട്ടകൾ ഇടാൻ വേണ്ടിയുള്ള സാധ്യതകളുണ്ട്. അധികം അങ്ങനെയായിരിക്കും. ഒരു 80, ചിലപ്പോൾ 50-55 മുട്ടയാവാം, ചിലപ്പോൾ 60 മുട്ടയാവാം, അതായത് 100, 120, 140 ഒക്കെ മുട്ടകൾ ഉണ്ടാവാം. അപ്പം ഈ മുട്ടകള് എടുത്തു മാറ്റുന്ന സമയത്ത് ഇതിന്നൊരു ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്നത്. ഈ ഫ്ലൂയിഡ് ആണ് ആ മുട്ടകളുടെ ഒരു ടെമ്പറേച്ചറിന്റെ നിയന്ത്രണം നടത്തുന്നത്. പിന്നെ ഈ മുട്ടയോടൊപ്പം വരുന്നൊരു ഫ്ലൂയിഡാണ്. അപ്പൊ ആ ഫ്ലൂയിഡ് നമ്മൾ എപ്പോഴും ഇത് എടുത്തു മാറ്റുന്ന സമയത്ത്, നമ്മൾ മുട്ടയിട്ടത് രണ്ടാമത് എടുത്തു മാറ്റുമ്പം ആ ഫ്ലൂയിഡുള്ള മണ്ണ് കൂടി എടുത്തു മാറ്റിയെങ്കിൽ മാത്രമാണ് അതിന്റെ ഹാച്ചിങ് സക്സസ് ക്ലിയർ ആവുക. അപ്പൊ ആമയുടെ മുട്ട ഇടുന്നതെന്ന് മാത്രമല്ല, മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് മാറ്റുന്ന സമയത്ത്, അത് റീലൊക്കേഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ നനഞ്ഞ ഫ്ലൂയിഡ് ഉള്ള ഭാഗം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ആമ മുട്ടയിടാൻ വരുന്ന ഒരു ആമയുടെ രൂപമാണിത്. അതേപോലെ മുട്ടയിട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോവുകയും ചെയ്യും. ഇത് നമ്മളെ നാട്ടിലുള്ളത്, ഇത് ഒറീസയിലുള്ള വളരെ അപൂർവമായ ഒരു പ്രതിഭാസമാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ വളരെ അപൂർവം, കുറച്ച് മാത്രം മുട്ടകൾ മാത്രമാണ് നമ്മളെ ആമ. മുമ്പൊക്കെ നമ്മുടെ നെയ്തലിന്റെ ഒരു ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 40, 50 ഒക്കെ, അല്ലെങ്കിൽ ഒരു 30, 35, 40 കൂടുകളൊക്കെ ആദ്യഘട്ടങ്ങളിൽ കിട്ടി. പക്ഷെ ഇപ്പം 30, 35, 40 കൂട് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു 3500, 4000, 5000 മുട്ടകളൊക്കെ ഉണ്ടാവും. ഒരു വർഷം വിരിഞ്ഞിറങ്ങുന്ന ആമകളുടെ എണ്ണം തന്നെ 3000 ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത് ചുരുങ്ങി 8 അല്ലെങ്കിൽ 10 കൂടുകളായി. 10 കൂടുകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1500, 2000 മുട്ടകൾ മാത്രമാണുള്ളത്. അതിൽ തന്നെ വിരിഞ്ഞിറങ്ങുന്നത് 1000, 1500 മുട്ടകൾ മാത്രമായിരിക്കും വിരിഞ്ഞിറങ്ങുക. പക്ഷെ ഇതാണ് നമ്മുടെ കേരളത്തിൽ അങ്ങോട്ടുള്ള അവസ്ഥ. മുമ്പ് വടകര കൊളാവി പാലത്ത് ഇതേപോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ തീരെ ആമകൾ വരുന്നില്ല, വളരെ അപൂർവം മാത്രം ആമകൾ വരുന്നുള്ളൂ. പിന്നെ ചാവക്കാട് പിന്നെ തീരത്തും ഇത് ആമകൾ മുട്ടയിടാൻ വേണ്ടി എത്തിയിരുന്നു. അവിടെയും ഇപ്പം വളരെ കുറച്ച് ആമകൾ മാത്രമാണ് മുട്ടയിടാൻ എത്തുന്നത്. കുറച്ചും കൂടി കൂടുതലായിരുന്നു, പക്ഷെ ഇപ്പൊ അത് വളരെ കുറവാണ്. പിന്നെ വളരെ അപൂർവ സ്ഥലങ്ങളിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരിക്കൽ ആമ മുട്ടകൾ ഇടാനായി വരാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നുള്ളത് നമ്മൾ കുറച്ചും കൂടി വിശദമായ പഠനങ്ങൾ നടത്തേണ്ടി വരും. പിന്നെയുള്ളത് ഇത് കാണുന്നത് നമ്മൾ ഇവിടുത്തെ കാഴ്ചയല്ല, ഇത് ഒറീസയിലെ കാഴ്ചയാണ്. ഒറീസയുടെ പ്രത്യേകത, ഒറീസയിൽ മാത്രമാണ് ഈ ഒരു മഹാപ്രതിഭാസം നടക്കുന്നത്. പ്രകൃതിയിൽ ഏറ്റവും മനോഹരമായി നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കാണേണ്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ സമയത്ത് ഒറീസയിൽ പോയിട്ടാണ്. ഒറീസയിൽ ലക്ഷക്കണക്കിന് ആമകൾ, ചിലപ്പോൾ 1.5 ലക്ഷം, 2.5, കഴിഞ്ഞ വർഷം ഒരു 4.5 ലക്ഷം ആമകൾ അവൻ്റെ മുട്ടയിടാൻ വന്നിരുന്നു. അപ്പം ഏകദേശം 4.5 ലക്ഷം ആമകൾ മറ്റാണ് മുട്ടയിടാൻ വന്നത്. അതിന്റെ പിന്നെ മുട്ടകളുടെ എണ്ണം ഏകദേശം കണക്കാക്കിയിരിക്കുന്ന 10-12 ലക്ഷം മുട്ടകളോ മറ്റോ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. വിരിഞ്ഞിറങ്ങിയ ആമക്കുഞ്ഞുങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു 4-5 ലക്ഷം ആമക്കുഞ്ഞുങ്ങൾ അവിടെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നടക്കാൻ വേണ്ടി പറ്റില്ല. കടലിലൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ വലിയ പാറക്കൂട്ടങ്ങൾ പോലെയാണ് കാണപ്പെടുക. അതുകൊണ്ട് തന്നെ ഈ മാസ് നെസ്റ്റിംഗ് അല്ലെങ്കിൽ ആമകളുടെ ഈ കൂട്ടവരവിന് അരിബാഡ എന്നാണ് പറയുക. ഈ അരിബാഡ എന്നുള്ള പ്രതിഭാസമാണ് നിങ്ങളിവിടെ കാണുന്നത്. കുറച്ചും കൂടി വ്യക്തമായിട്ടാണ് ഈ അരിബാഡ കാണുന്നത്. അപ്പം മുകളിൽ ഒരു ആമ മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ തന്നെ ആയിരിക്കും മറ്റൊരാമയും വന്നിട്ട് മുട്ടയിടും. നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. ആ സമയത്ത് അവിടെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റില്ല, ബാനാണ്. ശരിക്കും മത്സ്യബന്ധനം പോലും ബാനാണ്. ഇനി എങ്ങനെയാണ് മുട്ടകൾ വിരിഞ്ഞിറങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും ഈ പിന്നെ ആമകളുടെ ഒരു വിരിഞ്ഞിറങ്ങല് വളരെ പ്രധാനപ്പെട്ടതാണ്. അതില് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അതിന്റെ ടെമ്പറേച്ചറാണ്. ഈ നമ്മൾ സാധാരണഗതിയിൽ മറ്റ് ജീവജാലങ്ങളെ പോലെ ആമകൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് അതിനെ അടയിരിക്കില്ല. അത് അടയിരിക്കാണ്ട് തന്നെയാണ് അതിന് കാരണം മുട്ടയിട്ട് കഴിഞ്ഞാല് ആമകൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മുട്ടയിട്ട് കഴിഞ്ഞാല് ആമകള് പിന്നെ നേരത്തെ ഉണ്ടാക്കിയ കുഴി മുഴുവനും മൂടിക്കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നറിയോ, നോക്കുക, അത് പോവും, കടലിലേക്ക് തന്നെ തിരിച്ചു പോകും. ആമ അത് നേരെ കടലിലേക്ക് തിരിച്ചു പോകും. പക്ഷെ ഈ തിരിച്ചു പോകുന്ന സമയത്ത് ഇതിന്റെ നേരത്തെ മുട്ടിട്ട സ്ഥലമൊക്കെ
ആർക്കും തിരിച്ച് അറിയാൻ പറ്റാത്ത രൂപത്തിൽ അത് മൂടിയിട്ടുണ്ടാവും. പിന്നീട് 40-60 ദിവസങ്ങൾക്കുള്ളിലായിരിക്കും ഈ ആമക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരിക. അത് മണ്ണിൽ ഇങ്ങനെ ഒരു ഒന്നിച്ചുള്ള ഒരു ഹാച്ചിങ് ആണ്. അത് നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. നല്ല അപ്പം ഇത് ഈ ആമകൾ വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ ടെമ്പറേച്ചർ ആണ് ഇതിന്റെ സെക്സ് നിർണ്ണയിക്കപ്പെടുന്നത്. ബാക്കിയെല്ലാം ജീവജാലങ്ങളില് നമ്മുടെ ക്രോമസോം XY ക്രോമസോമുകളാണ് നമ്മുടെ ജീവജാലങ്ങളിൽ അത് ആണാണോ മെയിൽ ആണോ ഫീമെയിൽ ആണോ നിർണ്ണയിക്കപ്പെടുന്നത്. പക്ഷെ കടലാമകളുടെ പ്രത്യേകത കടലാമകളിൽ എന്ത് XY ക്രോമസോമുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്ന വെച്ചാല് ഇതിന്റെ ഭ്രൂണ വളർച്ചയുടെ സമയത്ത് എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് ഇതിനകത്തുണ്ടാകുന്ന ഈ മണ്ണിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ആണ്, താപമാണ് ഇതിന്റെ ഈ ആമകള് ആണാണോ പെണ്ണാണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നത്. അത് സാധാരണഗതിയിൽ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിൽ ഏകദേശം 28 ഡിഗ്രി വരെ ഊഷ്മാവിലാണെങ്കിൽ അത് വിരിഞ്ഞിറങ്ങുന്ന ആമകൾ മുഴുവനും പിന്നെ ആൺ ആമകളായിരിക്കും. ഇനി അത് 28 മുകളിൽ ഒരു 29 ഡിഗ്രി ഒക്കെ ആണെങ്കിൽ ഇത് 29 ഡിഗ്രി വരെ ആണെങ്കിൽ അത് ആണാമകളും പെണ്ണാമകളുടെയും ഒരേപോലെ ഏകദേശം ഈക്വൽ ആവാനാണ് സാധ്യത. നേരെ മറിച്ച് ഒരു 31 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ 31 ഡിഗ്രി സെന്റിഗ്രേഡ് മുകളിലാണ് ഊഷ്മാവെങ്കിൽ അത് മുഴുവനും ഫീമെയിൽ ഹാച്ചിങ്സ് ആവാനാണ് സാധ്യത, പെൺ ആമകളാണ് സാധ്യത. ഇനി ഒരു 32-33 ഡിഗ്രിക്ക് മുകളിലാണ് ഊഷ്മാവെങ്കിൽ ആ ആമകുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആ ആമകള് വിരിയാനുള്ള മുട്ട കെട്ടുപോകാനാണ് സാധ്യത, ആമകള് വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഇത് പിന്നീട് ഇതിന്റെ പിന്നെ യാത്ര എന്ന് പറയുന്നത് ഇത് ഒരിക്കലും ഇത് കരയിലേക്ക് വരില്ല, നേരെ കടലിലേക്ക് പോകും. അതിന്റെ ഒരു പ്രത്യേക കഴിവെന്ന് വെച്ചാൽ ഒന്ന് കടലിന്റെ റിഫ്ലക്ഷൻസ് ആണ് അതിന്റെ യാത്ര നിർണ്ണയിക്കപ്പെടുന്നത്. ഇതാണ് അതിന്റെ വിരിയലുമായി നമുക്ക് ബന്ധപ്പെട്ട് പറയാം. അപ്പം ഇവിടെയാണ് ഒരു ജീവന്റെ തുടക്കം കുറിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ ഇത് ഇത്രയും കുഞ്ഞുങ്ങള് കടലിലേക്ക് ആമക്കുഞ്ഞുങ്ങൾ തിരിച്ചു പോകുന്നത് ഒരു തീരം ഉണ്ടെങ്കിൽ മാത്രമാണ്. അത് നല്ല വിശാലവും അതേപോലെ നല്ല നീളവുമുള്ള ഒരു തീരത്തു കൂടി മാത്രമേ ആമക്കുഞ്ഞുങ്ങൾക്ക് കടലിലേക്ക് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇത് നല്ലൊരു കാഴ്ചയാണ് നമ്മൾ ആമക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ കടലിലേക്ക് പോകുന്നത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഇത് കുറെ ലക്ഷക്കണക്കിന് ആമകൾ കുഞ്ഞുണ്ട്. 1000 ആമക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ആമ മാത്രമാണ് സർവൈവ് ചെയ്യുക, അതിന്റെ ജീവചക്രം പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റുക. അപ്പൊ 10,000 നമ്മൾ വിരിച്ചു വിട്ടു. ഇപ്പൊ നെയ്തൽ പറഞ്ഞ 35,000 ആമകൾ ഞങ്ങൾ വിരിഞ്ഞു വിട്ടുന്നതാണ്. പക്ഷെ ആ 35,000 വിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിന്ന് 1000-1 എന്ന് പറയുന്ന സമയത്ത് ഒരു 35 ആമകൾ മാത്രമായിരിക്കും നമ്മൾ ഇവിടുന്ന് പോയതിൽ ഏറ്റവും അതിന്റെ ലൈഫ് സൈക്കിൾ പൂർണ്ണമാക്കുന്ന തരത്തിൽ വളർന്നിട്ടുണ്ടാവുക. ഇനി എന്തൊക്കെ ആമകളുടെ ഒരു പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ പ്രിഡേറ്റേഴ്സ് ആണ്. നാച്ചുറൽ പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ എവിടെയെങ്കിലും ആമ മുട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പട്ടികൾ വന്ന് അതൊക്കെ ഒന്ന് മാന്തിക്കൊണ്ടുപോകും. അതും അല്ലെങ്കിൽ ഇതുപോലെ ഞണ്ടുകൾ പോലുള്ള ചില ജീവജാലങ്ങളുണ്ട്, ഇത് അതിനെ കൊന്നു തിന്നേക്കാം. അതും അല്ലെങ്കിൽ പക്ഷികൾ ഉണ്ടാവാം, ഈ പക്ഷികൾ ആമകളെയൊക്കെ കൊന്നു തിന്നേക്കാം. ഇതാണ് ലെതർ ബാക്ക് ടർട്ടിൽ എന്ന് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത്. ഇത് ഇപ്പം ഈ ലെതർ ബാക്കിന്റെ കൺസർവേഷൻ പിന്നെ ആൻഡമാനിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ പൊതുവെ ലെതർ ബാക്കിന്റെ മാത്രമല്ല എല്ലാ ആമകളുടെയും കൺസർവേഷൻ നടക്കുന്നുണ്ട്. കേരളത്തിലാണ് കൺസർവേഷൻ നടക്കുന്ന സമയത്ത് ഈ NGO സാധാരണ നാട്ടിൻപുറത്തുള്ള കമ്മ്യൂണിറ്റി ലെവൽ ഓർഗനൈസേഷൻസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എങ്കിലും കൂടി മറ്റുള്ള സ്ഥലങ്ങളിൽ അത് കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ടാണ് ഈ കടലാമയുടെ സംരക്ഷണം നടക്കുന്നത്. പ്രത്യേകിച്ച് ടാഗ് ചെയ്യുക, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ആമകളുടെ റൂട്ട് നിശ്ചയിക്കപ്പെടുക, ഇത് എവിടെയാണ് എത്തിച്ചേരുക നോക്കി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടക്കാം. പക്ഷെ കേരള തീരത്ത് ഇത്തരം പരീക്ഷണങ്ങളൊന്നും അങ്ങനെ നടക്കുന്നില്ല. പല റിസർച്ച് ഓർഗനൈസേഷനും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നുമില്ല. അപ്പം ഇനി ഇത് നമ്മൾ നോക്കേണ്ടത് നമ്മളൊരു കടല് നോക്കുന്ന സമയത്ത് അതിന് പലതരത്തിലുള്ള പ്രത്യേകതകളും ഇതിനുണ്ടാവുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ആമകൾ വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് അതിന് ഒരുപാട് പ്രശ്നം എന്തൊക്കെ ഭീഷണികളാണ് നേരിടുന്നതാണ്. ഈ ഭീഷണികള് നോക്കുക. പലപ്പോഴും
ഇന്നിപ്പോ നമ്മൾ കടൽ മുഴുവനും പ്ലാസ്റ്റിക്കുകളാണ്. ആ പ്ലാസ്റ്റിക്കുകൾ അതിൽ ഇതൊന്ന് നമുക്ക് പലപ്പോഴും കിട്ടുന്നത് ഈ രൂപത്തിലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ പല ആമകളെടുത്ത്, ആമകളുടെ മാത്രമല്ല മറ്റ് പല ജീവജാലങ്ങളുണ്ട്. ഇതാണ് ജെല്ലി ഫിഷ്. ഈ ജെല്ലി ഫിഷ് ആണെന്ന് കരുതിയിട്ട് ആമകൾ എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതും വരെ ജെല്ലി ഫിഷ് പോലെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇത് ഭക്ഷണമാണെന്ന് അത് കഴിക്കും. അത് അതിന്റെ ശരീരത്തിൽ കുടുങ്ങും. അവസാനം അത് വയറൊക്കെ പൊട്ടി അത് മരിച്ചു പോകും. ഇത് കടലിലെ ഒട്ടുമിക്ക ജീവജാലം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്ന വലകളുണ്ട്. ഈ വലകളിൽ കുടുങ്ങി ഇത് സാധാരണ വലകളാണെങ്കിൽ മറ്റ് ആഴക്കടലിലേക്ക് പോയി ഗോസ്റ്റ് നെറ്റുകളുണ്ട്. ഈ ഗോസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും വലിയ ജീവികൾ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മള് പിന്നെ ഈ മത്സ്യത്തൊഴിലാളികൾ, പ്രത്യേകിച്ച് വലിയ ഈ ട്രോളർ പോകുന്ന ആളുകൾ എന്ത് ചെയ്യുന്നത്, ട്രോളർ മത്സ്യബന്ധന ഉപകരണങ്ങൾ പോകുന്നവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ വല അവിടെ കട്ട് ചെയ്ത് കടലിലേക്ക് ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിക്കുന്ന സമയത്ത് അത് ഇങ്ങനൊരു കടലിൽ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടാവും. ആ ഒഴുകി പോകുന്ന സമയത്ത് പലപ്പോഴും അത് ഈ ജീവജാലങ്ങളുടെ കഴുത്തിലോ അല്ലെങ്കിൽ കാലിലോ കയ്യിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശരീരഭാഗത്തൊക്കെ കുടുങ്ങി അത് മരണത്തിലേക്ക് നയിക്കുന്നതായിട്ട് പോകും. അപ്പൊ ഇതും ഒരു വലിയ ഘടകമാണ്. അപ്പൊ പലപ്പോഴും ഒരു പക്ഷികളുടെ വയറ്റിലൊക്കെ ഇങ്ങനെ ആമകൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. പലപ്പോഴും ഈ വലിയ പ്ലാസ്റ്റിക്കുകൾ വലിയ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ് തീരം. ഈ തീരത്തിനുണ്ടാകുന്ന എല്ലാ അപകടങ്ങളും, ഇപ്പം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് പിന്നെ ചിലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന കടൽ ഭിത്തികളായി കഴിഞ്ഞാലും അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഖനന പ്രവർത്തനങ്ങളായി കഴിഞ്ഞാലും, ഇപ്പൊ നമ്മള് കേരളത്തിൽ ഇപ്പൊ വരാൻ പോകുന്ന 2 പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ കടൽ, നമ്മൾ എപ്പോഴും ഈ സൗത്ത് വെസ്റ്റ് കോറിഡോർ, മിനറൽ കോറിഡോർ എന്നൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ തീരം, ആലപ്പുഴയിലൊക്കെ അതാണ് സംഭവിക്കുന്നത്. അവിടെയൊക്കെ കടലാമ സംരക്ഷണം നടക്കുന്ന സമയത്ത് കടൽ ആമകളിൽ മുട്ടയിടാൻ വരാതിരിക്കുന്നതിന് ഒരു കാരണം വരുന്നത് അവിടെ തീരം ഇല്ലാതാവുന്നതാണ്. കാരണം അവിടെ കരിമണൽ ഖനനത്തിന് വേണ്ടി അതൊക്കെ തീരമൊക്കെ ഇല്ലാതാവും, ഖനനം ചെയ്യപ്പെടുകയാണ്. അപ്പൊ അതേപോലെ ഖനനം ചെയ്യുന്ന സമയത്ത് തീരം ഇല്ലാതാവാം, മണലെടുത്ത് വാരുന്നത് തീരം ഇല്ലാതാവാൻ കാരണമാകും. അപ്പം അവിടെ ഈ കടലാമകൾ മാത്രമല്ല, തീരം എന്ന് പറയുന്നത് ഒട്ടനവധി ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ്. ഒരു ജീവി മാത്രമല്ല, അവിടെ ഞണ്ടുകൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പിന്നെ നമ്മളെ മണ്ണിനടിയിൽ ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടാവാം. ഈ കടലിന്റെ നമ്മളറിയാം, ഓരോ തിരമാല നമ്മുടെ മണ്ണിലേക്ക് അടിക്കുന്ന സമയത്തും ആ തിരമാല മണ്ണിലേക്ക് അടിക്കുന്ന സമയത്ത് അവിടെ തിരയുടെ മുട്ടിച്ചേരുന്ന ആ ഭാഗങ്ങളിൽ പോലും ഒരുപാട് ചെറിയ ജീവജാലങ്ങളുണ്ട് മണ്ണിനടിയിൽ കഴിയുന്ന. അത് ആ കടൽ അവിടെ മുട്ടുന്ന സമയത്താണ് അതിന്റെ ഒരു ശ്വാസ അല്ലെങ്കിൽ അത് ഏറ്റവും ആക്റ്റീവ് ആവുന്നത്. അത്തരത്തിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അങ്ങനെ കടല് വളരെ വൈവിധ്യമുള്ള ഒരുപാട് ജീവജാലങ്ങളുടെ, അതേപോലെ തന്നെ കൗതുകമുള്ളത്, അത്ഭുതം നിറഞ്ഞ ഒരുപാട് ജീവജാലങ്ങളുടെ ഒരു ആവാസ വ്യവസ്ഥയാണ് തീരം. ആ തീരം ഇല്ലാതാക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ കടലിന്റെ ആരോഗ്യത്തെ തന്നെയാണ് നശിപ്പിക്കുന്നത്. ഇത്രയാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനിയും എനിക്ക് തോന്നുന്നു സമയം 8:50 അപ്പൊ നമുക്കിനി ഒരു ചർച്ച കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും തുടരാൻ തോന്നും. ഓക്കെ സുധീർ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്ററാക്ഷൻ ഉള്ള ഒരു സമയമാണ്. ചോദ്യങ്ങൾ ചോദിക്കാം, നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. നമുക്കൊരു 20 മിനിറ്റ് കൂടി എടുക്കാം. സാർ, ഒരു സംശയം. ചോദിച്ചോളൂ. ഈ നമ്മുടെ ഈ കടലാമനെ പറ്റി ഇപ്പൊ മൊത്തത്തിൽ പറഞ്ഞു. അപ്പൊ ഈ കടലാമ നമ്മുടെ പരിസ്ഥിതിക്ക് എന്തെങ്കിലും അങ്ങനെ നമ്മുടെ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭാവന ചെയ്യുന്നുണ്ടോ? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ആമകളുടെ ഭക്ഷണം എന്ന് പറയുന്നത്, ആമകൾ പലതരത്തിലാണ് അതിന്റെ ഒരു ഒന്നുള്ളത്. നമ്മുടെ പിന്നെ കടലിൽ കാണപ്പെടുന്ന ഒട്ടുമിക്ക വിഷജീവികളുടെയും വിഷജീവികളാണ് കടലിന്റെ ആഹാരം. അപ്പൊ ആ ഒരു വിഷജീവികളെ മുഴുവനും ഭക്ഷണമാക്കുന്നത് അതാണ് ജെല്ലി ഫിഷ് ആയിക്കഴിഞ്ഞാലും ഒക്ടോപ്പസ് ആയിക്കഴിഞ്ഞാലും അത്തരം ജീവജാലങ്ങളെ മുഴുവനും പിന്നെ ഭക്ഷണമാക്കുന്നത് കടലാമകളാണ്. അതുകൊണ്ടാണ് ഗംഗ ആക്ഷൻ പ്ലാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഗംഗാ നദിയുടെ ഒരു സംരക്ഷണ പ്രവർത്തനം നടന്നിട്ടുണ്ടായിരുന്നു, ഗംഗാ ക്ലീനിങ് പ്രോഗ്രാം. ഗംഗാ ക്ലീനിങ് പ്രോഗ്രാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഗംഗ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് കുറെ ആമകൾ, അത് ഫ്രഷ് വാട്ടർ ടട്ടേഴ്സ് ആണ്. ആ ആമകളെ പിന്നെ ഗംഗാ നദിയിലേക്ക് തോണിയിലേക്ക് കൊണ്ടുവന്ന് വിടുകയായിരുന്നു. കാരണം ആ വിഷവസ്തുക്കളെ മുഴുവനും തിന്നു തീർക്കുന്നതിന്, വിഷജീവികളൊക്കെ തിന്നു തീർക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം കടലിന്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുള്ളത് കടലാമകൾക്കാണ്. പിന്നെ രണ്ടാമത്, ഇപ്പൊ കടപ്പുറം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ഇപ്പൊ വേനൽക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടും കടപ്പുറം പോയാൽ ചൂട് കൂടുതലാണ്. ഇത് കടലുമായിട്ട് ബന്ധപ്പെട്ട ചൂടല്ലേ ആയിരിക്കില്ലേ?
ഇപ്പൊ കടൽ തന്നെ ഇപ്പൊ ലോകമാകാനും ചൂട് പിടിക്കല്ലേ ഇന്ന്. അതെ. അപ്പൊ ഇപ്പം തീരദേശ ഹൈവേ വരുന്നുണ്ട്. ആ. ഈ തീരദേശ ഹൈവേ വന്നാല് കടല് വീണ്ടും ചൂട് പിടിക്കല്ലേ ചെയ്യല്. എന്ന് വെച്ചാൽ കിഴക്കൻ മലയോരന്ന് അത്രയും മണ്ണ് വരണം, അത്രയും താറ് വരുന്നു, അത്രയും കറുപ്പും ഇതായിരുന്നു. ഇപ്പോഴും തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് കന്നുവീട് കടപ്പുറമൊക്കെ എന്ന് പറഞ്ഞാൽ മണൽ അടിച്ചു കയറ്റിയായത്. നിങ്ങൾ ഭാഷ അറിയായിരിക്കും. ആ. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷത്തിന് ഇപ്പുറം ഈ നമ്മുടെ കടപ്പുറമൊക്കെ എടുത്തു നോക്കിയാൽ പല ജൈവ വൈവിധ്യങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. പണ്ട് ഞണ്ടിന്റെ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടായിരുന്നു ഓരോ വീടിന്റെ സൈഡിലും. എന്ന് വെച്ചാൽ ഈ 50 വർഷമായിട്ട് ഞാൻ ഈ കടപ്പുറവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്നതാണ്. ഒരുപാട് സസ്യങ്ങൾ. അപ്പൊ ഈ തീരദേശ ഹൈവേ വരുന്നത് ഇത് ഈ കടലിന്റെ ചൂട് കൂട്ടാനും ഇത്തരം ജൈവ വൈവിധ്യങ്ങളെ ഇന്ന് ഇല്ലാതാക്കാനും ഒരു തടസ്സമായിട്ട് മാറൂലേ? അത് നമ്മുടെ ഓരോ വികസന പ്രവർത്തനങ്ങൾ വരുന്ന സമയത്തും നമ്മൾ ആലോചിക്കുന്നത്, നമ്മുടെ പ്രത്യേകിച്ച് തീരദേശ ഹൈവേ ഞാൻ കടലിന്റെ ചൂട് കൂട്ടുമെന്ന് വെച്ചാൽ ചിലപ്പോൾ കൂട്ടുമായിരിക്കും. അതെനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അതിന്റെ അതിനെപ്പറ്റി എന്തെങ്കിലും പഠനം ഉണ്ടായിരുന്നു? അല്ലല്ല, പഠനങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തീരദേശ ഹൈവേ വരുന്നത് നമ്മള് ഇപ്പൊ അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കടൽ തീരത്തിന് 3 മീറ്റർ ഹൈറ്റിലാണ്. ആ 3 മീറ്റർ ഹൈറ്റ് തീരത്തോട് ചേർന്നിട്ടാണ്. അതായത് ലോ ടൈഡ് ലൈൻ, ഹൈ ടൈഡ് ലൈൻ ഉണ്ട്. വേലിയേറ്റത്തിന് തൊട്ട് മുമ്പ്, അതായത് നമ്മുടെ വേലിയേറ്റം അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നാണ് കടൽ തീരത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഇന്ന് കാണുന്ന നമ്മൾ ഇട്ടമല്ലെന്ന് കടലിട്ടാന്നെല്ലാം പറയുന്നില്ലേ, നമ്മൾ അവിടെ അതിന് സമാനമായിട്ട് തന്നെയാണ് ഈ തീരദേശ ഹൈവേ വരുന്നത്. അത് 3 മീറ്റർ ഹൈറ്റ് ആണ്. 3 മീറ്റർ ഹൈറ്റ് വെച്ചിട്ടാണ് ഇത് വരുന്നത്. ഒന്നാമതായിട്ട് കേരളത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ തീരശോഷണം നടക്കുന്ന ഒരു തീരമാണ് നമ്മുടെ കേരളത്തിന്റെ തീരം. നമുക്കത് അംഗീകരിച്ചാലേ ഒക്കെ. തീരശോഷണം എന്ന് പറയുന്നത് അതിനൊരു കാരണം, ചില സ്ഥലങ്ങളിലൊക്കെ കടൽ ഭിത്തികളുണ്ട്, ചില സ്ഥലത്ത് കടൽ ഭിത്തി ഇല്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കെട്ടിയിരിക്കുന്ന പുലിമുട്ടുകൾ, ഇതൊക്കെ തീരശോഷണത്തിന് കാരണം. അത് മാത്രമല്ല, നമ്മുടെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ടും നമ്മുടെ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ തീരങ്ങൾ, സൗത്ത് വെസ്റ്റ് കോസ്റ്റ്, നമ്മുടെ കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് തീരശോഷണം സംഭവിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ തീരശോഷണത്തിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ബീച്ച് നറിഷ്മെന്റ് ആണ്. ബീച്ച് നറിഷ്മെന്റ് എന്ന് പറയുന്നത് തീരം വെക്കലാണ്. അപ്പം പല ശാസ്ത്രജ്ഞന്മാരും പറയുന്നത്, വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ തീരശോഷണത്തിന് പരിഹാരം പറയുന്നത് ബീച്ച് നറിഷ്മെന്റ് പ്രോഗ്രാമുകളാണ്, തീര വെപ്പിക്കൽ പരിപാടി നടത്തലാണ്. ഒരിക്കലും കരിങ്കൽ ഭിത്തി കെട്ടലല്ല. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്, ഇവിടെ 3 മീറ്റർ ഹൈറ്റിൽ ഒരു റോഡ് നിർമ്മിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഇന്ന് തന്നെ കുടിവെള്ള ക്ഷാമം നമ്മൾ നേരിടുന്നുണ്ട്, ശുദ്ധജല ക്ഷാമം നേരിടുന്നുണ്ട്. ഈ ശുദ്ധജല ക്ഷാമം നമുക്ക് കിട്ടുന്നത് നമ്മുടെ മണ്ണ് ഒരു അക്വിഫയർ ആണ്, നല്ലൊരു അക്വിഫയർ ആണ്. അപ്പം നമ്മളെ ഒരു കുന്ന് വെള്ളം സംഭരിച്ചു വെക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ തീരത്തുള്ള മണല് വെള്ളം സംഭരിച്ചു വെക്കുന്നത്. ഒറ്റ കാര്യം സാറേ, ഇപ്പോൾ ഏപ്രിൽ മാസമാകുമ്പം മറ്റേ ചിറ്റാരിക്കല്, ഭീമനടി, വെള്ളരിക്കുണ്ട്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുന്നുകളിലൊക്കെ നിറച്ചും വെള്ളം ഉണ്ടാവുന്ന പറഞ്ഞു. ഇപ്പൊ ഏപ്രിൽ മാസം ആകുമ്പോഴന്നെ അവിടെയൊക്കെ വെള്ളത്തിന് കിട്ടാത്ത അവസ്ഥ വരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് മാന്തലെടുക്കുമ്പോൾ ഈ വെള്ളമൊക്കെ കുത്തിയൊലിച്ച് ഇടയിലുള്ള തോടുകളിൽ വന്ന് അത് തേജസ്വിനി പുഴയിൽ വീണ് അത് നേരെ അറബിക്കടലിലേക്ക് എത്തുന്നു. വെള്ളം ഒരിക്കലും സ്റ്റോറേജ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ വേറെ ഒന്ന്, ഈ മാഷിപ്പോ പറഞ്ഞില്ലേ വെള്ളം ഇവിടെ ശുദ്ധജലമില്ലാന്ന്. സാറിന് തന്നെ വലിയോർമിന്റെ തെക്കൻ ഭാഗങ്ങളൊന്നും ഇപ്പോൾ ഒരു 25 വർഷം മുമ്പേ ശുദ്ധജലമായിരുന്നു, ഇപ്പോഴതില്ല. അല്ല, അതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മളെ അതാ ഞാൻ പറഞ്ഞത്, ഈ മണ്ണിലാണ് നമ്മുടെ വെള്ളം. മണ്ണ് നല്ല ഉയരത്തിലുള്ള മൺകൂനകൾ ഉണ്ടെങ്കിൽ മാത്രം, പടന്നൊക്കെ പറയുന്നത് മൺകൂന എന്നുള്ള അർത്ഥത്തില്ല. പടന്നക്കാറ്റ് മണൽക്കൂനയുടെ കാട് ഇങ്ങനെയാണ്. ഇട്ടമൽ എന്ന് വെച്ചാൽ മണ്ണിട്ട സ്ഥലം ഇങ്ങനെയാണ്. അപ്പൊ ഇവിടങ്ങളിലൊക്കെ ആ മണൽക്കൂന ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ശുദ്ധജലം കിട്ടിയിരുന്നത്. ഇപ്പൊ നിങ്ങൾ പറയുന്ന വലിയവറമ്പായി കഴിഞ്ഞാലും അത് വലിയവറമ്പിന്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ തൃക്കരിപ്പൂർ IT എന്നൊക്കെ പറഞ്ഞത്. അവിടെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം ലഭിച്ച സ്ഥലമാണ്. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവിടുന്ന് ഒരു താപനില വരുന്നതിന്റെ ഭാഗമായിട്ട് ആളുകൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ അവിടുന്ന് അവിടെ ഉണ്ടായിരുന്ന മണലുകൾ ഒക്കെ വാരി ഇപ്പൊ വലിയ കുഴിയായി. അതുകൊണ്ടാണ് ശുദ്ധജലം കിട്ടുന്നില്ല. അപ്പൊ പല സ്ഥലങ്ങളിൽ ശുദ്ധജലം കിട്ടാതിരിക്കുന്നതിന് കാരണം ഈ മണലിന്റെ ഒരു പോക്കാണ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുന്ന വെച്ചാല് 3 മീറ്റർ താഴത്തേക്ക് കല്ലിട്ട്, ചുവന്ന മണ്ണിട്ട്, ചുവന്ന കല്ലുകൾ ഇട്ട് ഉറപ്പിക്കുന്നു. അതിന്റെ മുകളിൽ വീണ്ടും 3 മീറ്റർ. അപ്പൊ ഒരു 6 മീറ്റർ ഇതിലേക്ക് നമ്മളെ ചുവന്ന മണ്ണ് നിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ തീരത്ത് ഇന്ന് ലഭ്യമായ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം ലഭ്യമായ കുടിവെള്ളം, ശുദ്ധജലം ഇല്ലാണ്ടാവും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ശുദ്ധജലം എത്തിക്കുന്നതിന് പിന്നീട് എവിടെയാണ് പറ്റുക നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഇപ്പൊ തന്നെ പല ശുദ്ധജല പദ്ധതികൾക്കും
പൈപ്പ് ഇട്ടതിലാണ് പൈപ്പിലൂടെ വെള്ളം വരുന്നില്ല. അപ്പൊ നമ്മൾ ആത്മഹത്യാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. മാത്രമല്ല ഈ തീരദേശ ഹൈവേ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന ഹൈവേ, അതായത് വെള്ളത്തിന്റെ ജല ആഗമന നിർഗമന മാർഗങ്ങൾ മുഴുവൻ അടക്കപ്പെടുകയാണ് തീരദേശ ഹൈവേയിലൂടെ ചെയ്യുക. പിന്നെ നമ്മൾ ഓരോ അഴിമുഖങ്ങളുണ്ട്. ഈ അഴിമുഖങ്ങളിലൂടെ എങ്ങനെയൊക്കെയാണ് ഇവര് പാലം കെട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാലങ്ങളാണ് വേണ്ടി വരിക. അപ്പം വലിയൊരു പാലത്തിന് കാരണമാകുന്ന രൂപത്തിലായിരിക്കും ഈ തീരദേശ ഹൈവേ വരുന്നത്. അല്ല, വലിയോർ പഞ്ചായത്തിന്റെ തെക്കൻ ഭാഗങ്ങളൊക്കെ 50 മീറ്റർ ആണ് കരയും പുഴയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതെ, വലിയോരം ഏറ്റവും നമുക്കറിയാം അതാ വലിയൊരു നീളം കൂടുതലുണ്ടെങ്കിൽ വീതി ഒട്ടുമില്ല. വീതി ഒട്ടുമില്ല. സാമ്യയോടം കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയാൽ 50 മീറ്റർ ഉണ്ട്, അവിടുത്തെ കരയുണ്ട്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇനിയും കുറെ ആളുകൾക്ക് സംശയങ്ങൾ ചോദിക്കാനുണ്ട്. ബാക്കിയുള്ളവർക്ക് സംശയങ്ങൾ ചോദിക്കാം. ഓക്കെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മൾ ഈ വലിയ ആമകൾ ഏകദേശം 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു തവണ മുകളിലേക്ക് വന്നായിരിക്കില്ല ശ്വസിക്കുന്നത്. അതേപോലെ ഈ ചെറിയ ആമകള് ഈ പുല്ലിനോട് പറ്റിപ്പിടിച്ച് ചേർന്നല്ല ജീവിക്കുന്നത്. അതും ഈ 2 മണിക്കൂർ കൂടുമ്പോഴാണോ മുകളിലേക്ക് ശ്വസിക്കാൻ വരുന്നത്? അത് ഇതുവരെ ചെറിയ ആമകളെ കുറിച്ച് അങ്ങനെ ഒരു പഠനം പറഞ്ഞില്ല. പക്ഷെ ചെറിയ ആമകളെ കുറിച്ച് പറയുന്ന വെച്ചാൽ അതിന് പിന്നെ ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ 48 മണിക്കൂറിനകത്ത് പിന്നെ എന്താണ് വലിയ 48 മണിക്കൂർ വരെ അവർക്ക് ഒറ്റയടിക്ക് മറ്റ് ഭക്ഷണങ്ങളൊന്നും ഇല്ലാതെ പിന്നെ ആഴക്കടലിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ടാണ് ജുവനൽ ഫ്രൻസി എന്ന് പറയുന്ന ഒരു യാത്ര തന്നെ ഉണ്ടാകുന്നത്. പക്ഷെ അതിന്റെ പക്ഷെ അത് ഈ യാത്രയിൽ ഒരുപാട് സമയത്ത് അത് തല ഉയർത്തി ശ്വസനം എടുക്കുന്നുണ്ട്. വലിയ ആമകളുടെ അത്രത്തോളം സമയം അതിന് നിൽക്കാൻ പറ്റില്ലായിരിക്കാം. പിന്നെ ഒരു പഠനമൊന്നും ആരും ഇതുവരെ നടത്തിയില്ല. വലിയ ആമകളുടെ പഠനം മാത്രമേ നടത്തിയില്ല. പക്ഷേ അനൂജാണ്. ഓ ആ പക്ഷെ അനൂജാണ് കാർഷിക കോളേജിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ. നമ്മള് അവിടെ ഉണ്ടായിരുന്നപ്പോ നീതലിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. നമ്മള് ആമയെ റിലീസ് ചെയ്യാനടക്കം പ്രവീൺ മാഷ ഉള്ള സമയത്തും നമ്മൾ വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ ആയിട്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഈ പരിപാടി ഇവിടെ നമ്മൾ മാസ് റിലീസ് നടക്കാനത്തേക്ക് നമ്മൾ സ്റ്റുഡൻസിനെ പങ്കെടുപ്പിക്കാറുണ്ട്. ഒരു തട്ടിൽ വാക്ക് നടത്തി ഇതുണ്ട് ആ ഒരു ഷോർ ലൈനിലെ ബ്രീഡിംഗ് ലൈനിൽ. അപ്പൊ എനിക്ക് മാഷ ഒരു ഡൗട്ട് ഉള്ളതേ, നമ്മള് ഈ കേരള കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഈ ഒലിവ് റെഡ്ലിയുടെ തന്നെ ബ്രീഡിങ് നമുക്ക് അധികവും മലബാർ ഒരു ആലപ്പുഴ കഴിഞ്ഞ് മുകളിലേക്കാണല്ലോ ഉള്ളത്. നമുക്ക് ഈ സൗത്തിലേക്ക് വളരെ കുറവാണല്ലോ. ഈ കൊല്ലം അല്ലെങ്കിൽ ഈ തിരുവനന്തപുരം കോസ്റ്റ് ഏരിയ ഒലിവ് റെഡ്ലിക്ക് ബ്രീഡിങ് മുട്ടയിടല് വളരെ കുറവാണല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ? അത് ഒന്നാമത് ഡിസ്റ്റർബ്ഡ് ആണ് തീരം. നമ്മുടെ പിന്നെ ശരിക്കും നമ്മുടെ തീരം എന്ന് പറയുന്നത് ശരിയായ നമ്മുടെ മലബാർ കോസ്റ്റിൽ മാത്രമാണ് ശരിക്കും ഒരു അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് തീരം ഉള്ളത്. അതിൽ തന്നെ നമ്മുടെ ഒരു ചൂട്ടാട് തൊട്ട് മംഗലാരം വരെയുള്ള, മംഗലാരം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് മഞ്ചേശ്വരം വരെയുള്ള തീരാണ് ശരിക്കും തീരെ പിന്നെ ഡിസ്റ്റർബൻസ് ഇല്ലാത്തതും പൊല്യൂഷൻ ഇല്ലാത്തതും. നമുക്ക് ഇവിടെ ശരിക്കും ഒരു നമ്മുടെ കന്യാവനങ്ങൾ എന്ന് പറയുന്നതാണ് ഒരു വെർജിൻ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഭാഗത്ത് മാത്രമല്ല. പിന്നെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ ഇവിടുത്തെ തീരത്തുള്ള മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇവിടെയുള്ള ഈ കടൽ തീരം എന്ന് പറയുന്നത് പിന്നെ 2 സമുദ്രാന്തര ജലപ്രവാഹങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലമാണ്. പിന്നെ മാത്രമല്ല ഒരുപാട് പൊതുവെ നല്ല റിവർ മൗത്തുകൾ, നല്ല എസ്റ്റുറീസ് ഉള്ള സ്ഥലങ്ങളിലാണ് ആമകള് മുട്ടയിടാനായിട്ട് കൂടുതലും വരുന്നത്. നമുക്ക് തെക്കോട്ടേക്ക് പോകുന്തോറും ഇപ്പൊ പിന്നെ ഒന്നെങ്കിൽ പെരിയാറായി കഴിഞ്ഞാൽ അവിടെയൊക്കെ കുറെ പൊല്യൂട്ടഡ് ആണ്. അപ്പൊ പൊല്യൂഷൻ ചിലപ്പം തീരത്തുള്ള പൊല്യൂഷനും അതേപോലെ തന്നെ തീരം ഇല്ല അങ്ങോട്ടേക്ക്, തീരം ഇങ്ങോട്ടേക്ക് മാത്രമേ തീരം ബാക്കിയുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ ഭാഗത്തേക്ക് കൂടുതൽ മുട്ടയിടാൻ വേണ്ടി ആമകൾ വരും. തീരം പോയി കഴിഞ്ഞാൽ പോലെ എപ്പോഴും ഏറ്റവും ഡൈനാമിക് ആയ ഒരു തീരത്ത് മാത്രമേ കടലാമകൾ മുട്ടയിടും. ഡൈനാമിക് എന്ന് പറയുന്നത് തീരം വെപ്പം ഉണ്ടാവണം, അതേപോലെ തന്നെ അതിന്റെ ഒരു തീരത്തിന് എപ്പോഴും ഒരു ഡൈനാമിക്സ് ഉണ്ട്. ചിലപ്പോൾ തീരത്തിന്റെ വീതി കൂടും, ചില സമയം വീതി കുറയും. അതാണ് ഒരു ഡൈനാമിക്സം. അത്ര ഡൈനാമിക് ആയ തീരം, ഡൈനാമിക് കോസ്റ്റുകളാണ് ഏറ്റവും അതിന്റെ ഫെർട്ടിലിറ്റി കൂടുക. അപ്പൊ അത് നമ്മുടെ ഭാഗത്തുള്ള തീരത്തിലാണ് അതുള്ളത്. ശരി.
അതേപോലെ മാഹി ഇപ്പൊ നമ്മൾ ഈ തീരത്തേക്ക് തിരിച്ചു വരുന്നതിന് ഈ ജെനിറ്റൽ ഇതൊരു നമ്മുടെ ജെനിറ്റൽ പാഡിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതെ അതെ അതായത് മദർ ഷോറിലേക്ക് തിരിച്ച് ജനിച്ച ഷോറിലേക്ക് തിരിച്ചു വരുന്നതിന് അത് അതൊന്ന് അത് ആക്ടിവേറ്റ് ആവുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അത് ക്ലിയർ ആയിട്ടില്ലായിരുന്നു. ആ ഒരു പോയിന്റ്. അത് പല ജീവികൾ, ഇത് ആമകളിൽ മാത്രമല്ല, അത് ഇപ്പൊ ഈൽസ്, പിന്നെ ഈല് മത്സ്യങ്ങൾ പോലുള്ള ജീവജാലങ്ങളിലും ഇതേപോലെ മദർ കോസ് ഉണ്ട്. അവര് ഇതേപോലെ തന്നെയാണ്. അവര് ഒരു 4-5 ഒരു 3-4-5 വർഷം അവര് ഒരുപാട് യാത്രയായിരിക്കും. പക്ഷെ ആ യാത്രയിൽ അവര് അഡൽട്ട് സ്റ്റേജില് പിന്നെ ബ്രീഡിംഗ് ടൈമിലാണ് അത് തിരിച്ചു വരുന്നത്. അത് പല ജീവജാലങ്ങളിലുണ്ട്. അത് ആമകൾ ആ സമയത്ത് പിന്നെ എന്താ പറയേണ്ടത്, ഈ പറയുന്ന ജെനറ്റിക്കൽ പാഡ് അതിന്റെ ഡോർസൽ സൈഡ് അല്ല, അബ്ഡോമിനൽ സൈഡാണ് അതിന്റെ ജെനറ്റിക്കൽ പാഡ് ഉള്ളത്. അതാണ് ശരിക്കും മണ്ണുമായിട്ട് ടച്ച് ചെയ്ത് വരുന്നത്. ആ ജെനറ്റിക്കൽ പാഡാണ് ആ സമയത്ത് ആക്റ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ. അവസാനം ഒരു ചോദ്യം കൂടെ. നമ്മുടെ ഇപ്പൊ ഈ തീരദേശ ഡെവലപ്മെന്റിന് ഇപ്പം ഇപ്പോഴത്തെ ബഡ്ജറ്റ് അടക്കം ഈ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബഡ്ജറ്റും മുമ്പ് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതികളിലെല്ലാം ഈ കേരള കോസ്റ്റ് ഭയങ്കര രീതിയിൽ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തോറിയം മാതിരിയുള്ള മെറ്റലിന്റെ ഒക്കെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, അതിനൊക്കെ വലിയ പദ്ധതികൾ വരുന്നുണ്ട്. അതൊക്കെ ഇതിനെ ഈ നമ്മുടെ ഈ ഒരു ബ്രീഡിംഗ് ഷോറിനെ എങ്ങനെ ഒരു പ്രതികൂലമായിട്ട് ബാധിക്കാനല്ലേ സാധ്യതയുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ആദ്യമേ പറയുന്നത് ബീച്ച് നറിഷ്മെന്റ് പ്രോഗ്രാമുകൾ ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഒരു മിനറൽ എക്സ്ട്രാക്ഷൻ പ്രൊജക്ട് എന്ന് പറയുന്ന സമയത്ത് അത് നമ്മൾ ഒരിക്കലും ഖനന പരിപാടിയാണ്. ഖനനം എന്ന് പറഞ്ഞാൽ മൈനിങ് ആണ്. മൈനിങ് ഏത് തരത്തിൽ വന്നു കഴിഞ്ഞാലും അത് ഇല്ലാതാക്കുന്നത് തീരത്തെയാണ്. തീരത്തിന്റെ മാത്രമല്ല, തീരത്തിന്റെ ഏറ്റവും മുകളിലാണ് അതിന്റെ ഫെർട്ടിലിറ്റി ഉള്ളത്. അപ്പൊ ക്രോപ്പ് സോയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫെർട്ടിലിറ്റി ഇല്ല, പിന്നെ ആ തീരം ഇല്ലാണ്ടാവും. അപ്പൊ സ്വാഭാവികമായും പിന്നെ ഇപ്പൊ നിങ്ങൾ നേരത്തെ ആരോ പറഞ്ഞ ഞണ്ടുകളായി കഴിഞ്ഞാലും ചെറിയ മറ്റു കുഞ്ഞു ജീവജാലങ്ങളായിക്കാലും ഇതൊക്കെയുള്ള ഒരു വളരെ ഫെർട്ടൈലായ തീരം ഉണ്ടാവുക എന്നുള്ളതാണ് പിന്നെ തീരശോഷണത്തിന് എതിരെയുള്ള മാർഗം. നേരെ ഇപ്പൊ ആൻഡമാനിൽ അതാണ് സംഭവിക്കുന്നത്. ആൻഡമാനിൽ ഇപ്പൊ എന്താണ് പിന്നെ ലക്ഷക്കണക്കിന് പിന്നെ അവിടെയുള്ള മാംഗ്രോവ്സ് മുഴുവനും മുറിച്ചു മാറ്റപ്പെടുകയാണ്. അങ്ങനെ മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ സ്വാഭാവികമായി ആൻഡമാൻ തന്നെ ഇല്ലാണ്ടാവും. സുനാമിയെ പോലും അതിജീവിച്ചതാണ് ആൻഡമാൻ. അതിനെ ഒറീസ അതിജീവിച്ചില്ല. കാരണം ഒറീസ 3-4 കിലോമീറ്റർ പിന്നെ ഈസ്റ്റ് കോസ്റ്റ് മൊത്തത്തിൽ പിന്നെ കടലെടുത്തു പോയിരുന്നു. അപ്പൊ നമ്മുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ തീരം ഇല്ലാതാവും, അവിടെയുള്ള ഫെർട്ടിലിറ്റി ഇല്ലാണ്ടാവും, അവിടെ ജീവന് നാശം ഉണ്ടാവും. അപ്പൊ നമ്മുടെ പ്രൊജക്ടുകളൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. അല്ല, അപ്പൊ നമ്മൾ ഇതിന്റെ അറ്റ്ലീസ്റ്റ് ബ്രീഡിംഗ് സോണുകൾ ഐഡന്റിഫൈ ചെയ്തതിനെ കുറിച്ചുള്ള രേഖകളോ കാര്യങ്ങളോ ഒക്കെ ഗവൺമെന്റ് തലത്തിലൊക്കെ ഉണ്ടായിരിക്കേണ്ടതല്ലേ? ഐ മീൻ പ്ലാൻ ഒക്കെ വരുന്നതിന് മുമ്പ്. പിന്നെ നമ്മുടെ ഫിഷറീസ് യൂണിവേഴ്സിറ്റി ആയിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ പിന്നെ ഒരുപാട് ഫിഷറീസ് റിസർച്ച് സെന്റർ ആയിക്കഴിഞ്ഞാലും ഒന്നും തന്നെ ഇതുവരെയായിട്ടും കടലാമകളെയോ അല്ലെങ്കിൽ കേരളത്തിന്റെ തീരത്തിന്റെ ഏതെങ്കിലും ഒരു കോസ്റ്റിന്റെ പോലും കോസ്റ്റൽ പ്രൊഫൈൽ ഇതുവരെ നമ്മൾ തയ്യാറാക്കിയില്ല കേരളത്തിൽ. ഒരു 100 മീറ്റർ പ്രദേശത്തിന്റെ പോലും കോസ്റ്റൽ പ്രൊഫൈൽ തയ്യാറാക്കാത്ത ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്. മാത്രം വീക്കാണ് നമ്മുടെ കോസ്റ്റൽ പിന്നെ റിസർച്ചും കോസ്റ്റൽ സ്റ്റഡീസും. പക്ഷെ അത് ഇങ്ങനത്തെ പദ്ധതികൾ വരുന്നതിന് മുമ്പ് ഒരു അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവം അല്ലേ ശരിക്കും ഇങ്ങനത്തെ ഒരു? അത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളായിട്ട് ഏറ്റെടുത്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും മറൈൻ ബയോളജി പഠിക്കുന്ന കുട്ടികളെ കൊണ്ടെങ്കിലും ചെയ്യിക്കാൻ വേണ്ടി നോക്കണം. അതെ അതെ. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ. നമുക്ക് ഒരു 12 മിനിറ്റ് കൂടി നീട്ടാൻ വേണമെങ്കിൽ 9:15 കൺസോൾട്ട് ചെയ്യണ്ടേ? ഹലോ പറഞ്ഞോളൂ. നമ്മുടെ ഈ തീരശോഷണത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ചോദിച്ചത്. സാധാരണ നമ്മൾ ഈ ഹൈടൈഡ് ലൈനിൽ നിന്ന് മാക്സിമം എത്ര മീറ്റർ ദൂരം വരെ ഇവർ മുട്ടയിടുന്നത്? നമ്മുടെ കേരള തീരത്ത് ഇവർ മുട്ടയിടുന്നതിന് അതിനൊരു സ്പെസിഫിക് ഇത്ര മീറ്റർ, മാക്സിമം ഇത്ര മീറ്റർ വരെ കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ള സ്റ്റഡീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഹൈടൈഡ് സാധാരണ നമ്മൾ കാണുന്നത് ഹൈടൈഡ് ലൈൻ, അതായത് വേലിയേറ്റ സമയത്ത് എത്ര ദൂരം കടല് വരുമോ ആ വേലിയേറ്റ കഴിഞ്ഞതിന് ശേഷം ആണ്, കടലെത്തുന്ന ദൂരവും കഴിഞ്ഞതിന് ശേഷമാണ് പൊതുവെ ആമകൾ മുട്ടയിടാൻ വരിക. അതിന് മീറ്റർ വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ വേലിയേറ്റത്തിന് പോലും പിന്നെ വേലിയേറ്റ സമയത്ത് ഈ കടൽ ജലം തിരകൾ എത്താത്ത ഒരു ദൂരം ഉണ്ടാവുമല്ലോ, അത് ആ ചെറിയൊരു ദൂരം ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു 5-10 മീറ്റർ അപ്പുറത്തായിരിക്കും മുട്ടയിട്ടിട്ടുണ്ടാവും. അതിനുള്ളിൽ എന്തായാലും ആമകൾ മുട്ടയിടുന്നത് വളരെ കുറവാണ്.
ഓക്കെ ഓക്കെ, താങ്ക് യു സർ. സാറേ നമസ്കാരം. നമസ്കാരം പറഞ്ഞോളൂ. സാർ, കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റില് കേരളത്തില് ഈ ആമ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ഇത് പ്രൊപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കണ്ടില്ല, കേരളത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു ഇത് കണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കേന്ദ്ര സർക്കാരിന്റെ എന്താണ് അതിന്റെ പ്രൊജക്ട് വരുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കടലാമകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് പിന്നെ ഇന്റർനാഷണലി അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം. കടലാമ സംരക്ഷണം എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ഒരു ഇക്കോസിസ്റ്റം കൺസർവേഷൻ രൂപത്തിലാണ് ഇന്റർനാഷണൽ സയന്റിഫിക് കമ്മ്യൂണിറ്റി അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇന്ത്യയിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ടർട്ടിൽ കൺസർവേഷന് പ്രത്യേകിച്ച് പ്രാധാന്യങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല, ടർട്ടിൽ കൺസർവേഷൻ ഇല്ലാന്ന് മാത്രമല്ല, നമ്മൾ പിന്നെ ഇന്റർനാഷണലി കുറെ ട്രീറ്റീസ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ആ ട്രീറ്റീസ് പ്രകാരം പിന്നെ ഇവിടെ കടലിൽ പോകുന്ന ട്രോളറുകളും അവർ കടലാമകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അതിൽ ടർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് TED, അതായത് ഈ വലയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ആ വലയിൽ നിന്ന് ആമ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പിന്നെ പ്രത്യേക വലകളിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സാധനമാണ് TED. ഈ TED ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ TED വെക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചെമ്മീൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് പിന്നെ അവര് വാങ്ങിയിരുന്നില്ല, നിരോധിക്കപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായി ഇന്ത്യ ഗവൺമെന്റിന് ഈ ടർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് നമ്മുടെ ട്രോളറുകളിൽ വെച്ച് കഴിഞ്ഞാല് ഇനി ചെമ്മീൻ നമുക്ക് കയറ്റുമതി ചെയ്യപ്പെടാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഒരു ചെമ്മീൻ കയറ്റുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ ടർട്ടിൽ കൺസർവേഷൻ പ്രോഗ്രാം മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ടർട്ടിൽ കൺസർവേഷൻ പ്രോഗ്രാം പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് പിന്നെ ഒറീസയിലുണ്ട്, പിന്നെ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, നമ്മുടെ പിന്നെ ഈ ആന്ധ്രാപ്രദേശിലുണ്ട്, കുറെ സംസ്ഥാനങ്ങളുണ്ട്, കേരളത്തിൽ മാത്രമല്ല. അത് ഇന്ത്യയിൽ പല ഈ കടലാമകള് നെസ്റ്റിംഗ് സൈറ്റുകൾ, കടലാമ നെസ്റ്റിംഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ടർട്ടിൽ കൺസർവേഷൻ പ്രോജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെ കേരളത്തിൽ ഇതുവരെ അതിന്റെ പദ്ധതികളൊന്നും തന്നെ, തുടർ പ്രവർത്തനങ്ങളൊന്നും ഇതിന് നടന്നതായിട്ട് അറിയില്ല. ഓക്കെ, താങ്ക് യു സർ. സാർ പറഞ്ഞോളൂ. സാർ, ഈ ആമകള് തീരത്ത് ചെല്ലുമ്പോ ആ തീരം തീരശോഷണം കാരണം നശിക്കുകയോ അല്ലെ ഏതെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കാരണം ആ തീരം ഇല്ലാണ്ടാവുകയോ ചെയ്ത അവര് കടലിൽ തന്നെ മുട്ട നിക്ഷേപിച്ച് തിരിച്ചു പോവുക എന്ന് കേട്ടിട്ടുണ്ട്. അത് കേരളത്തിലെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. കേരളത്തിൽ ഇപ്പൊ കൊളാവി പാലത്ത് തീരമില്ലാതെ അവിടെ കടൽ ഭിത്തി വന്നതോടുകൂടി എന്താന്ന് വെച്ചാൽ അവിടെ തീരം പൂർണ്ണമായി ഇല്ലാണ്ടായി. അവിടെ മാത്രമല്ല, ആലപ്പുഴ തീരത്തും അങ്ങനെയാണ്. അപ്പൊ പല സ്ഥലങ്ങളിലും, പിന്നെ കണ്ണൂരൊക്കെ മുമ്പ് ആദികടലായി, അതേപോലെ തന്നെ പല തീരങ്ങളിലും മുമ്പ് മുട്ടയിടാൻ വന്നിരുന്നു. പിന്നെ പക്ഷെ അവിടെയൊക്കെ ഇപ്പൊ എന്താ തീരം ഇല്ലാണ്ടായി. കടൽ ഭിത്തി ഉണ്ട്, പക്ഷെ തീരം ഇല്ലാണ്ടായി. അപ്പൊ തീരം ഇല്ലാണ്ടായതുകൊണ്ട് അവിടെ ഇപ്പൊ ആമ മുട്ട നെസ്റ്റിംഗ് വരുന്നില്ല. കാരണം നേരെ ഈ കടൽ ഭിത്തിന്റെ തന്നെയാണ് പിന്നെ കടല് തിരമാലകൾ അടിച്ചു വീഴുന്നത്. അതുകൊണ്ട് ഇപ്പൊ കടൽ ഭിത്തി കൂടി അവിടെ പൊളിഞ്ഞ് വരാറായി. സീസൺ എപ്പോഴാണ് സാറേ? കൂടുതൽ മുട്ടയിടാൻ വരുന്ന സീസൺ? നമ്മുടെ ഇവിടെ ശരിക്കും ഒരു സെപ്റ്റംബർ മുതൽ പിന്നെ മാർച്ച് വരെ വരാറുണ്ട്. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. സാർ, അതുപോലെ ഈ ആമ കുഞ്ഞുങ്ങള് അപ്പൊ ആദ്യം കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കും ഈ 48 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം? അവര് സർഗാസം പോലുള്ള പായലുകളായിരിക്കും. അതുകൊണ്ടാണല്ലോ അവിടെ ആ പായലുകൾ പറ്റിപ്പിടിച്ച് വളരുന്നത്. തുടക്കത്തിൽ വെയിറ്റ് ചെയ്യാനാവാനാണ് സാധ്യത. അതുകൊണ്ടാണല്ലോ ആ പായലുകൾ പറ്റിപ്പിടിച്ച് വളരുന്നത്. അത്രമാത്രം അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഡെവലപ്പ് ആയിട്ടുണ്ടാവും. സാർ, അതുപോലെ കേരള തീരത്ത് ഏതൊക്കെ ആമകളാണ് വരാറുള്ളത് മുട്ടയിടാൻ? ഇപ്പൊ നമുക്കുള്ളത് ഒല്ലൂരിലെ മാത്രമാണ്. മുമ്പ് ഏതൊക്കെയായിരുന്നു? മുമ്പ് എല്ലാ ആമകളും വന്നിട്ടുണ്ടായിരുന്നു. ഹോക്സ്വില്ല്, നമ്മുടെ ലെതർ ബാക്ക് അടക്കം വന്നിട്ടുണ്ടായിരുന്നു. ലെതർ ബാക്ക് ഒരു 10-35 വർഷം മുമ്പ് പിന്നെ തൈക്കടപ്പുറത്തും അതേപോലെ തന്നെ പൊന്നാനി തീരത്തൊക്കെ വന്നതായിട്ട് റിപ്പോർട്ടുണ്ട്, ഓറൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് ഇത് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. ഈ കാലാവസ്ഥാ വ്യതിയാനം, രാഹുൽ, ഹലോ പറഞ്ഞോളൂ. ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടല്ലോ, അത് ഇപ്പോ 28 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് വരുമ്പോഴാണല്ലോ ഇത് മെയില് ഫീമെയില്
തിരിച്ചറിയുന്നത്. അപ്പോ അതിലും ഭയങ്കരമായിട്ട് ആ സമയത്ത് മഴയൊക്കെ വന്ന് ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ഇത് ഇല്ലാണ്ടായി പോവില്ലേ? മഴ വന്നു കഴിഞ്ഞാലും അത് ഇതേ അവസ്ഥ തന്നെയാണ്. കാലാവസ്ഥ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒപ്റ്റിമം ടെമ്പറേച്ചർ ആയിരിക്കണം കിട്ടേണ്ടത്. അത് ടെമ്പറേച്ചറിൽ കുറയുന്നതും കൂടുന്നതും രണ്ടും നമുക്ക് പ്രശ്നമാണ്. ഇപ്പൊ നല്ല മഴ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആമകള് മുട്ട വിരിഞ്ഞു വരാനുള്ള സാധ്യത, നല്ല മഴയാണെങ്കിൽ അതിന് സാധ്യത വളരെ കുറവ് തന്നെയാണ്. അവിടെ കെട്ടുപോകും. ഓക്കെ ഓക്കെ, താങ്ക് യു. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറമേക്ക് വരുമല്ലോ, അപ്പൊ അതില് നമുക്ക് മെയിലും ഫീമെയിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? നമ്മൾ മെയിലും ഫീമെയിലും ഐഡന്റിഫൈ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഒരു കൂടുന്ന് വരുന്ന കുഞ്ഞുങ്ങൾ മുഴുവനും മെയിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും ഒരു കൂട്ടുന്ന് വരുന്നത്. അതെങ്ങനെ നമ്മൾ തിരിച്ചറിയാന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഈ അതിന്റെ കൂടെ ഡെഡ് ടർട്ടിൽസ് ഉണ്ടാവാം. ഈ ഹാച്ചിങ്സിന് മരണപ്പെട്ട ആമകൾ ഉണ്ടാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, മരണപ്പെട്ട ആമകളെ നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാല് അതിന്റെ മെയിലാണോ ഫീമെയിൽ ആണോ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഓക്കെ. പിന്നെ എനിക്ക് സംശയം, എന്റെ വീട് ഇവിടെ തൃശ്ശൂരാണ്. അപ്പൊ ചേറായി തീരത്ത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഒരു കൂട് മുട്ടയിട്ടത്. അപ്പൊ അത് ഏപ്രിൽ അവസാനത്തോടെയാണ് വിരിഞ്ഞത്. അപ്പൊ അതില് ഒരു കൂട്ടില് 98 ഇട്ടുണ്ടായിരുന്നു. പക്ഷെ അതില് 2 വിരിഞ്ഞുള്ളൂ. ബാക്കിയെല്ലാനും ചൂട് കൂടുതലായിരുന്നു, ബാക്കിയെല്ലാം നാശമായി പോയി. അപ്പൊ അതൊരു ക്ലൈമറ്റ് ചേഞ്ചും അതൊരു ഫാക്ടറാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ അത് ഒന്നെങ്കിൽ അതാവാം, അല്ലെങ്കിൽ നമ്മൾ ഈ മുട്ട മാറ്റുന്ന സമയത്ത് അതിന്റെ അകത്തുള്ള ഫ്ലൂയിഡ് അടക്കം മാറ്റിയെങ്കിൽ കുറച്ചൊരു വ്യത്യാസം വരും. ഇനി അതേപോലെ തന്നെ നല്ല ചൂടുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ആ കൂടിന്റെ മുകളിൽ 2-3 ഓലയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം അതിന്റെ ചൂട് തണുപ്പിക്കാൻ വേണ്ടി പറ്റും. പ്ലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ ചൂട് കൂടും. നമ്മൾ ഓല വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ആദ്യത്തേക്കുള്ള ചൂടിന്റെ അളവ് കുറക്കാൻ വേണ്ടി പറ്റും നമുക്ക്. ഓക്കെ. പിന്നെ ഒരു കാര്യങ്ങളുള്ളത്, ഇപ്പൊ ഇവിടെ ഈ വൈപ്പിൻ ഏരിയയില് കാറ്റാടി മരങ്ങൾ നല്ലോണം ഉണ്ട്. അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞത്, ഈ കാറ്റാടി മരങ്ങൾ, അകത്ത് മരങ്ങളുള്ള സ്ഥലങ്ങളിൽ ആമ വന്ന് മുട്ടയിടില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് സത്യമാണ്. കാരണം പല ഇന്ത്യയിലെ ഈസ്റ്റ് കോസ്റ്റിൽ പല സ്ഥലങ്ങളിലും ഈ കാഷ്യൂനട്ട് പ്ലാന്റേഷൻ ഇപ്പൊ അപ്രൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കോടതിയുടെ ഉത്തരവടക്കം ഉണ്ട്. കാരണം തീരത്തുള്ള പല ജീവികളുടെയും ആവാസങ്ങൾ നശിക്കുന്നതിന് ഈ കാറ്റാടി മരങ്ങൾ കാരണമാകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സീറോഫിലിക് അഡാപ്റ്റേഷൻസ് ആണ്. അപ്പൊ ഒന്ന് അവിടുത്തെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. രണ്ടാമത് ഇതിന്റെ സീറോഫിലിക് അഡാപ്റ്റേഷൻ ആയതുകൊണ്ട് അതിന്റെ ഇലകളൊക്കെ അവിടെ വീണ് കഴിഞ്ഞാല് പിന്നീട് അവിടെ പുതിയതായിട്ട് ഒന്നും വളരുന്നത്, ഒരു അക്വഫയർ പോലെ അവിടെ നിന്നിട്ട് പുതിയ ചെടികളൊന്നും വളരുന്നില്ല. ശരിക്കും സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. അപ്പൊ മാത്രമല്ല ഇതിന്റെ വേര് നമ്മള് കണ്ടല് പോലെയല്ല, ഇത് മാംഗ്രോവ്സ് പോലെയല്ല. അപ്പൊ ഇത് പൊതുവേ അവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇത് ബീച്ച് ഫോം ചെയ്യുന്നതിന് തടസ്സമാവുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റിനൊക്കെ തടഞ്ഞു നിർത്തുന്നുണ്ട്, മണ്ണൊലിപ്പിന് തടഞ്ഞു നിർത്തുന്നുണ്ട്. പക്ഷെ കടലാമൂലം പോലെ ജീവജാലങ്ങൾക്ക് അവിടെ നെസ്റ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഇത് അപ്രൂവ് ചെയ്തിട്ട് ആന്ധ്രാപ്രദേശിലും കുറെ അപ്രൂവ് ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ടെമ്പറേച്ചർ ഐഡിയൽ റേഞ്ച് പറയുന്നത് 29 to 32 ആണോ? അതെ അതെ, ഓക്കെ. 29 to 31 ആണ് ഐഡിയൽ. ഓക്കെ. ഒരു കാര്യം കൂടെ സാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണേ. ഹലോ, നമ്മൾ സാർ ഈ കടലാമ മാതിരി തന്നെ നമുക്കിപ്പം ഈ ഫ്രഷ് വാട്ടർ ടർട്ടിൽസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും പരിപാടികൾ നെയ്തലിന്റെ ഉണ്ട്? ഇപ്പൊ പാലപ്പൂവൻ മാതിരിയൊക്കെയുള്ള നമ്മള് ഫ്രഷ് വാട്ടർ ടർട്ടിൽസ്, അതായത് നമുക്ക് നമ്മുടെ നാട്ടിൽ പാലപ്പൂവൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇവിടെ കാസർഗോഡാണ് അത് ഉള്ളത്. അതിലിപ്പം ഇതാണ് പാലപ്പൂവനാമ, കാണുന്നില്ലേ? ഞാൻ ചോദിച്ചാൽ അതിന്റെ എന്തെങ്കിലും പരിപാടികളെ കാസർഗോഡ് ഇപ്പൊ ചന്ദ്രഗിരിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അവിടെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം അവിടെ ഈ പാലപ്പൂവിന്റെ മുട്ട കിട്ടിയ സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ ഇതേപോലെ റിവർ ബെഡ് ഉണ്ടാക്കാൻ തുടങ്ങി, മണ്ണിട്ടിട്ട് റിവർ ബെഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ആ റിവർ ബെഡിൽ ഇപ്പൊ ഈ പാലപ്പൂവിന് ആമകൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ആമകളെ ഇപ്പൊ നമ്മള് വിരിയിച്ച് വിട്ടിട്ടുണ്ട് അവിടെ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ചെയ്യുന്നുണ്ട്. അതാണ് പാലപ്പൂവന. ഓക്കെ, താങ്ക് യു.
നമുക്ക് സുധീർ സാർ, ചോദ്യങ്ങൾ ഓക്കെ. സുധീർ സാർ, എൻ്റെ പേര് ജെയ്സൺ എന്നാണ്. ഞാൻ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഓഷൻ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയുടെ ഡയറക്ടറാണ്. പറഞ്ഞോളൂ ജേസൺ. അപ്പോൾ ഞാൻ പറയാൻ ഒരു നിർദ്ദേശമാണ് ഞാൻ വയ്ക്കുന്നത്. നമ്മുടെ കേരള തീരത്ത് നമ്മൾ അറിഞ്ഞും അറിയാതെയും ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് കുറച്ചധികം പഴയതിനേക്കാൾ, അതായത് മുമ്പ് ഒരുപാട് വന്നുകൊണ്ടിരുന്നു, പിന്നീട് അത് വളരെ കുറഞ്ഞു. ഇപ്പോൾ തൽക്കാലം ഈ കുറച്ച് 4-5 വർഷങ്ങൾക്കിടയിൽ തന്നെ നമ്മൾ കുറേ അധികം വാർത്തകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ആമകൾ വരുന്നു, മുട്ടയിടുന്നതിനായിട്ട് വരുന്നു, അവിടെ മുട്ടയിടാനായിട്ടുള്ള സൗകര്യങ്ങളില്ല. അങ്ങനെ നമുക്ക് കേരള തീരത്ത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു സ്റ്റഡി നടത്താനായിട്ട്, അതായത് ഏതൊക്കെ തീരങ്ങളിലാണ് പ്രധാനമായിട്ട് ആമകൾ വരുന്നത്, അത്തരം തീരങ്ങളിൽ നമുക്കറിയാമല്ലോ ആമയുടെ ആ ഫെർട്ടിലിറ്റി പീരീഡ് നമുക്കറിയാമല്ലോ ഏത് മാസങ്ങളിലാണെന്നുള്ളത്. ആ സമയങ്ങളിലൊക്കെയും നമുക്കൊരു ഈ പറയുന്ന ഇതുപോലെയുള്ള ഒരു നെറ്റ്വർക്കിംഗ് എൻ്റെ കേരളത്തിൽ നമുക്കൊരു പല വിവിധങ്ങളായിട്ടുള്ള ഓർഗനൈസേഷനുകൾ ക്ലബ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഈ പറയുന്ന ഒരു സംരംഭത്തെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ടോ, അത് എങ്ങനെ നമുക്ക് ആക്സസിബിൾ ആണോ എന്നുള്ളതൊന്ന് ചിന്തിച്ചിട്ടൊന്ന് പറയാമോ? ശരിക്കും അത് ചെയ്യേണ്ട, ആ ഒരു നെറ്റ്വർക്ക് ചെയ്യേണ്ടത് ശരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പലതവണ നമ്മൾ സംസാരിച്ചിരുന്നു. പലപ്പോഴും പല ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും നടക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഇനി വല്ല ബിജുകുമാർ സാറിനോട് മറ്റും അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഞാനും കുറെ സംരംഭങ്ങൾ അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്താണ്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടൽ പരിസ്ഥിതിയുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിനകത്ത് അവരുടെ സമയം സംബന്ധിച്ച് അവരെപ്പോഴും ഈ നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആ ലെവലിൽ എന്ന് വെച്ചാൽ ആ ഒരു തരത്തിൽ ആനിമൽ ലെവലിൽ കടലിലെ ജീവജാലങ്ങളെയോ എന്നുള്ള സാധനം ഒരു ഡോക്യുമെന്റേഷൻ, അവർക്ക് അതിനെക്കുറിച്ച് അറിവോ അവർ കൃത്യമായിട്ടുള്ള ഒരു ഇതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പക്ഷെ അതും നമ്മുടെ വേറൊരു തലമാണ്. നമ്മളെ പോലുള്ളവരൊക്കെ ടേക്കപ്പ് ചെയ്യേണ്ട മറ്റൊരു തലമാണ്. കാരണം സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ യാതൊരു തരത്തിലും ഒരു 5% പോലും തോന്നുന്നില്ല അവരുടെ ഇതിനകത്ത് പോലും. അവർ ഇങ്ങനെ കുറച്ച് ബോർഡുകൾ കൊണ്ടുവയ്ക്കണം, കുറെ ഇങ്ങനെ കൊണ്ടുവയ്ക്കണം. അത് പലപ്പോഴും നമ്മുടെ പലരുടെയും പ്രഷർ കൊണ്ടുവയ്ക്കുന്നതാണ്, അല്ലാതെ അവരുടേതായ ഒരു ഇനിഷ്യേറ്റീവിൽ ഒന്നും തന്നെ നടക്കുന്നില്ല. അപ്പം അവിടെയാണ് നമ്മൾ ഈ പറയുന്നൊരു അവരെ കൂടെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഇന്റർവെൻഷൻസിനെ കുറിച്ചും ചിന്തിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആവശ്യമാണ്. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഇത് ഷെഡ്യൂൾ 1ൽപ്പെട്ട ജീവിയാണ്. ഷെഡ്യൂൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഷെഡ്യൂൾ 1ൽപ്പെട്ട ജീവിയാണ്. ഷെഡ്യൂൾ 1ൽപ്പെട്ട ജീവി തന്നെയാണ് കടുവയും ആനയും പുലിയും ഇതൊക്കെ. പക്ഷെ അതൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായി പറയുന്നുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ഒരു വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം മാത്രമേ അത് ക്രിമേറ്റ് ചെയ്യപ്പെടാൻ പാടുള്ളൂ. നമ്മൾ നേരെ മറിച്ച് ആമകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊന്നും നടക്കാറില്ല. ശരിക്കും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് അതിന്റെ മരണകാരണം കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിന്റെ, അപ്പം ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്നാമത്തെ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞുകൂടാ. പിന്നീട് ഈ വൈൽഡ് ലൈഫിന് പുറത്തുള്ള, അതായത് ഫോറസ്റ്റിന് പുറത്തുള്ള വൈൽഡ് ലൈഫ് കൺസർവ് ചെയ്യണമെന്ന് അവർ പറയുകയും ചെയ്യാറുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാറില്ല. അപ്പൊ നമുക്ക് വനവകുപ്പിന് ഇനിയെങ്കിലും വനവകുപ്പിനടുത്ത് നമുക്ക് കൃത്യമായി പറയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും വനവകുപ്പും രണ്ടും കൂടി ചേർന്നിട്ട്, പരിസ്ഥിതി വകുപ്പും കൂടി ചേർന്നിട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ന് പറഞ്ഞ് കടലാമകളെയും അതേപോലെ തന്നെ തീരസംരക്ഷണത്തിനും ഒക്കെ വേണ്ടുന്നുള്ള നടപടികൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ജയ്സനും കുമാർ സഹായരാജും ഒക്കെ തിരുവനന്തപുരത്ത് നിന്ന് ഇടപെടുകയാണെങ്കിൽ നല്ലതായിരിക്കും. വീണയൊക്കെ ഉണ്ടല്ലോ അവിടെ. അല്ല, ഞാനൊക്കെ കുറച്ച് ചില, കാരണം അവർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എക്സാമ്പിൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏതൊക്കെ മത്സ്യങ്ങൾ പിടിക്കാൻ പാടില്ല, അവരെന്തുകൊണ്ട് പിടിക്കാൻ പാടില്ല എന്നുള്ള പ്രാഥമിക അറിവുകൾ പോലും നൽകാനായിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് കഴിയുന്നില്ല. കാരണം ഞങ്ങൾ പലവട്ടം, കാരണം നമ്മുടെ ആൾക്കാർ അവര് പത്രം വായിക്കുന്ന ആൾക്കാരല്ല. അവര് ഈ പറയുന്ന ഇപ്പം ഇങ്ങനൊരു വിഷയം, ഇപ്പം ആമ പിടിക്കാൻ പാടില്ല എന്നുള്ള വിഷയം തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കുന്നത്, ഞാൻ എൻ്റെ ഒരു അറിവിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുന്നത്, കോവിഡ് ടൈമില് ഈ പോലീസുകാരെല്ലാം നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഈ പറയുന്ന ആ സമയത്താണ് ഇങ്ങനെ 1-2 ആമകളെ മുറിക്കുന്നതൊക്കെ തീരത്ത് കാണുകയും ആ സമയത്ത് രൂപപ്പെട്ട ഒരു പ്രഷർ ഉണ്ടായിരുന്നു. അതോടുകൂടി നിങ്ങൾ തീർന്നു. പക്ഷെ അതിനുശേഷം ഇപ്പം ഏത് മത്സ്യം പിടിക്കണം, ഏത് മത്സ്യം പിടിക്കാൻ പാടില്ല, അത് എന്തുകൊണ്ട് പിടിക്കാൻ പാടില്ല, ഇതുപോലെയുള്ള പ്രാഥമിക അറിവുകൾ നൽകാനായിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രഷർ അവരുണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർക്കും അപ്പം ഞാൻ പലവട്ടം പറഞ്ഞു, നമ്മളെ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ നമ്മൾ
അവരെ വിളിച്ചു കൂട്ടിത്തരാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് വന്നൊന്ന് സംസാരിക്കാനായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഇവൻ വേണ്ട നമ്മുടെ ഈ പറഞ്ഞ തീരത്തെ ഫിഷ് ലാൻഡിങ് സെന്ററുകളിൽ ഇത്തരത്തിലുള്ള നമ്മളിപ്പോൾ കാണാറില്ല നമ്മളൊരു ഫോറസ്റ്റിലോട്ട് പോകുമ്പോൾ ഇവിടെ ഇന്ന മൃഗം ഉണ്ട്, ആ മൃഗത്തെ എരിയാൻ പാടില്ല എന്ന് അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന പോലുള്ള ഒരു ചിത്രീകരണം അല്ലെങ്കിൽ ആ ലാൻഡിങ് സെന്ററിൽ പ്രധാനപ്പെട്ട ലാൻഡിങ് സെന്ററുകളിലെങ്കിലും അങ്ങനത്തെ ഒരു ചിത്രീകരണങ്ങൾ നടത്താനായിട്ടുള്ള ഒരു എന്തുകൊണ്ടാണ് അപ്പോൾ പിടിക്കാൻ പാടില്ല, അതിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ നിയമവശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ളൊരു അവയർനെസ് സൃഷ്ടിക്കാനും കൂടെ ഉള്ളൊരു ഒരുക്കം അതിനകത്തും അതുപോലും ഞങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചു. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഈ കഴിഞ്ഞ സമയത്തും കഴിഞ്ഞ മാസവും നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് സംസാരിച്ചതാണ്. അപ്പൊ അവര് പറയണത് അവരുടെയൊക്കെ കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞെല്ലാം ഫണ്ടിങ്ങിനകത്ത് നിൽക്കുകയാണ്. ഫണ്ട് ഞാൻ പറഞ്ഞു ഇത് ഫണ്ട് അല്ലല്ലോ, ഇത് ഇതിനൊക്കെ ഇൻഫർമേഷൻ എടുക്കുക, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക. ഇതിനകത്ത് അവരെല്ലാം ഈ ഫണ്ടിൽ തൂങ്ങി കിടക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. അതെന്താ വെച്ചാൽ ഈ ബൈക്ക് ക്യാച്ച് ഫിഷിംഗ് ഉണ്ടല്ലോ, ഈ ബൈക്ക് ക്യാച്ച് എത്രത്തോളം, അതായത് നമ്മുടെ സാധാരണ മത്സ്യബന്ധനം നടത്തുന്ന സമയത്ത് അതിന്റെ കൂടെ ഉണ്ടാകുന്ന ബൈക്ക് ക്യാച്ച് എത്രത്തോളം ഉണ്ടെന്നും അതിന്റെ ഇതിനെ കുറിച്ചും ശരിക്കും എനിക്കൊന്നും ആകെപ്പാട് ഒരു സ്റ്റഡി നടത്തിയത് ബിജുകുമാറാന്ന് തോന്നുന്നു. മറ്റാരും അതിനെക്കുറിച്ച് ഒരു പഠനം പോലും നടത്തിയിട്ടില്ല. പിന്നെ രണ്ടാമത് നമ്മൾ ഇവിടെ കുറച്ചുകൂടി ഈ മലബാർ പ്രത്യേകിച്ച് നമ്മുടെ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ കുറച്ചും കൂടി നെയ്തലിന്റെ ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ട് ഞാൻ തോന്നുന്നു അത് അവരുടെ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇവിടെ കടലാമ സംരക്ഷണം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഇത്തരത്തിലുള്ള ജീവികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവര് നമ്മളെ പെട്ടെന്ന് അറിയിക്കുകയും നമുക്ക് സംരക്ഷണ പ്രവർത്തനം നടത്താൻ വേണ്ടി പറ്റുകയും ചെയ്തു. പക്ഷെ തെക്കൻ കേരളത്തിൽ അത് നടക്കുന്നില്ല. തെക്കൻ കേരളത്തിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അവിടെ ഒരു മത്സ്യത്തൊഴിലാളികളടക്കം, അത് മത്സ്യത്തൊഴിലാളികൾ മാത്രം കുറ്റം പറയാൻ വേണ്ടി നമുക്ക് പറ്റൂല, കുറച്ചും കൂടി അവർക്ക് എന്തൊക്കെ പിടിക്കാൻ പറ്റും എന്തൊക്കെ പിടിച്ചുകൂടാന്നുള്ളതും അതേപോലെ തന്നെ കടലാമകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് തന്നെ ആദ്യഘട്ടത്തിലൊക്കെ ഈ ടർട്ടിൽ ട്രേഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഇല്ല. അത് നിങ്ങളുടെ ഒരു ഇടപെടലോടെ വന്നിരിക്കുന്ന മാറ്റമാണ്. ആ മാറ്റം നമുക്ക് കൂടുതൽ വരുത്താൻ വേണ്ടി പറ്റും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ. ഓക്കെ, നമുക്ക് നമ്മുടെ സമയത്തിന് ഒരു പരിമിതി ഉണ്ട്. കുറച്ച് 5-7 മിനിറ്റ് കൂടി ഉണ്ട്. 9:15 കഴിഞ്ഞു, 9:22 നമുക്ക് ഇനി ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും ഇങ്ങനൊന്നും കേട്ടതിൽ എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് എന്താ പറയുക, ഇത്തരം ഒരു ചർച്ച തുടങ്ങി വെച്ചതിൽ വാക്ക് വിത്ത് VC അവരുടെ എല്ലാവരും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കടലാമ വിഷയം ഇങ്ങനെ കടലും തീരവും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടതിന് നമുക്കിനി കുറച്ചും കൂടി വ്യാപകമായ ചർച്ചകൾ ഉണ്ടാവട്ടെ ആശംസിക്കുന്നു. നന്ദി. ഓക്കെ, ഔപചാരികമായി നന്ദി പറയും. അരുൺരാജ്, സുധീർ സാറിന്റെ നമ്പർ ഒന്ന് തരാമോ? തരാം. 984 ഒന്ന് പറയൂ. 984 776 8888. ഓക്കെ സാർ, താങ്ക് യു. സാറിന്റെ ഇമെയിൽ ഐഡിയും കൂടെ ചോദിച്ചിട്ടുണ്ട്. kadalama@gmail.com. KADALAAMAL. kadalama@gmail.com. kadalama@gmail.com. KADALAAMA. അഖില റെഡി ആണോ? അതെ, പറഞ്ഞു. ഓക്കെ. ഹായ്, നമസ്കാരം. അപ്പോ വർക്ക് വിത്ത് VC കമ്മ്യൂണിറ്റിയുടെ 29ാമത്തെ വെബിനാർ നമ്മുടെ കടലും കടലാമകളും എന്നൊരു വിഷയത്തിൽ കടലാമകളെ ഏറ്റവും അടുത്തറിഞ്ഞ വൈദഗ്ധ്യമുള്ള സുധീർ കുമാർ സാറ് ആയതിനാൽ അതുപോലെ തന്നെ ഇത്രയും ഫലപ്രദമായ ഒരു രീതിയിൽ നമ്മളെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി തരികയും അതുപോലെ തന്നെ നമുക്കൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുകയും വളരെ സസൂക്ഷ്മമായി ചോദ്യോത്തരവേള ഭംഗിയായി കൈകാര്യം ചെയ്യുകയും ചെയ്ത സുധീർ സാറിന് വർക്ക് വിത്ത് VC കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെയും അതുപോലെ ഓരോ അംഗങ്ങളുടെയും പേരിലുള്ള നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വർഷങ്ങളായിട്ടുള്ള സാറിന്റെ ഈ ഒരു മേഖലയിലെ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ നെയ്തൽ എന്ന കഴിഞ്ഞ ഒരു 25 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗമായി നടത്തിവരുന്ന വിജയകരമായ ബോധവൽക്കരണവും സംരക്ഷണ പ്രവർത്തനങ്ങളും ഏറെ പ്രശംസനാർഹമായ ഒരു കാര്യം കൂടിയാണ്. അതേപോലെ ഏതൊരു വെബിനാറിന്റെയും വിജയത്തിളക്കത്തിന് പിന്നിൽ അതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും വളരെ പങ്ക് വഹിക്കുന്നതാണ്.
അതുകൊണ്ട് വർക്ക് വിത്ത് VCയുടെ പേരിലും എന്റെ പേരിലും ഈ വെബിനാറിന്റെ ഭാഗഭാക്കായ എല്ലാ അംഗങ്ങൾക്കും ഈ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച VC മാഷിനും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഇതിലെ പുതിയ സജഷൻസ് കൊണ്ടുവന്ന ജെയ്സൺ സാർ ഉണ്ട്, അതുപോലെ തന്നെ പങ്കെടുത്ത ഒരുപാട് പേരുണ്ട്. അതിലെ ജോമി സാറിനെയൊക്കെ ഞാൻ കണ്ടു. അങ്ങനെ വളരെ പ്രഗത്ഭരായിട്ടുള്ളവർ നമ്മളുടെ വെബിനാറിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഞാൻ പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുകയാണ്. ആൻഡ് അതിനൊപ്പം തന്നെ ലാംഗ്വേജ് പോലും നോക്കാതെ ആദ്യ ഒരു ടൈമിൽ പങ്കെടുത്ത ആൾക്കാരും ഉണ്ട്. And I'm especially grateful to each one of you for your time and patience. And thank you once again for all of you for joining with us. Thank you and good night. Okay, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി. Thank you, good night.